അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യാസ് മീഡിയയിലൂടെ ഇനി നാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രമാണ്. ഈ ചരിത്രം വളരെ മനോഹരമായ രീതിയിൽ നമ്മിലേക്ക് ക്രോഡീകരിച്ച് നൽകിയിട്ടുള്ളത് അലി അഷ്കർ എന്ന പണ്ഡിതനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ, നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇത് കേൾക്കുന്ന നമ്മുടെ സമയം മുഴുവനും അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരന്മാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപുരുഷൻ, ഔദാര്യം കൊണ്ട് കാലഘട്ടത്തെ വിസ്മയം കൊള്ളിച്ച മഹാൻ. ആ മഹാനെ അറിയണം, അടുത്തറിയണം. അത് നമ്മുടെ ഈമാനിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പൂപ്പമാരുടെ പേരുകൾ നമുക്കറിയാം. അവരുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖനായ ഉപ്പൂപ്പയാണ് അബ്ദുമനാഫ്. ആ പേരൊന്ന് ഓർത്തുവെക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ പിതാവ് ഹാഷിം, ഹാഷിമിന്റെ പിതാവ് അബ്ദുമനാഫ്. അബ്ദുമനാഫിന്റെ മകനാണ് ഹാഷിം എന്ന് മനസ്സിലായി. അബ്ദുമനാഫിന് വേറെയും മക്കളുണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ പേര് പറയാം, അബ്ദുഷംസ്. അബ്ദുഷംസിന്റെ മകൻ ഉമയ്യത്ത്. ഉമയ്യത്തിന്റെ സന്താന പരമ്പര ബനു ഉമയ്യ എന്നറിയപ്പെടുന്നു. ഉമയ്യത്തിന്റെ മകൻ അബുൽ ആസ്, അബുൽ ആസിന്റെ മകൻ അഫ്ഫാൻ, അഫ്ഫാന്റെ മകൻ നമ്മുടെ കഥാനായകൻ, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപുരുഷനായി തീർന്നു. ആ മഹാന്റെ പേരിനൊപ്പം അദ്ദേഹത്തിന്റെ പിതാവായ അഫ്ഫാന്റെ പേരും ചരിത്ര പ്രസിദ്ധമായി തീർന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും അബ്ദുമനാഫിന്റെ പരമ്പരയിൽ തന്നെയാണ് വരുന്നത്. അവരുടെ പേര് അർവ എന്നായിരുന്നു. അബ്ദുമനാഫിന്റെ മകൻ അബ്ദുഷംസിന്റെ മകൻ ഹബീബിന്റെ മകൻ റബീഅത്തിന്റെ മകൻ ഖുറൈസിന്റെ മകൾ അർവ റളിയല്ലാഹു അൻഹ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാം മതം സ്വീകരിച്ചു. പുത്രന്റെ ഖിലാഫത്ത് കാലത്താണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് അവർ മരണപ്പെടുന്നത്. ജനാസ ചുമന്നുകൊണ്ടുപോയവരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. മക്കയിലെ സമ്പന്ന കുടുംബത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ആരും നോക്കി നിന്നു പോകുന്ന ശരീരപ്രകൃതി. ഗോത്രക്കാർക്കെല്ലാം അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു, വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത സ്നേഹം. ഒരു അറബി ചരിത്രകാരൻ ആ സ്നേഹത്തെ വിശേഷിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു: കാന ഖൗമുഹു യുഹിബ്ബൂനഹു അശദ്ദൽ ഹുബ്ബി. തന്റെ സമൂഹം അദ്ദേഹത്തെ ശക്തമായി സ്നേഹിച്ചു. ശക്തമായ സ്നേഹത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ശരീര സൗന്ദര്യം, രണ്ടാമത് സൽസ്വഭാവം, ആരും ഇഷ്ടപ്പെടുന്ന സംസാരവും സ്വഭാവ ഗുണങ്ങളും, കുടുംബത്തിന്റെ കുലീന പാരമ്പര്യം, സാമ്പത്തികമായ ഔന്നിത്യം. യൗവനാരംഭത്തിൽ തന്നെ മികച്ച കച്ചവടക്കാരനായിരുന്നു. കൂട്ടുകാരെല്ലാം സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവർ. ചെറുപ്പകാലം തൊട്ടേ നന്നായി ധർമ്മം ചെയ്യും. പാവപ്പെട്ടവരുടെ തോഴനായി മാറാൻ കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചിന്ത പോലും അവരെ സന്തോഷഭരിതമാക്കിയിരുന്നു. കച്ചവടത്തിനു വേണ്ടി പല രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. പല പ്രശസ്ത വ്യക്തികളുമായി പരിചയപ്പെട്ടിട്ടുമുണ്ട്. സത്യവും നീതിയും പുലർത്തിയ കച്ചവടക്കാരൻ, വിശ്വസ്തൻ എന്നൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ നാട്ടിൽ പ്രസിദ്ധനായി തീർന്നു. തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരാളാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടിക്കാലം മുതൽ കൂട്ടുകാരാണവർ. വീടുകൾ ഒരേ പ്രദേശത്താണ്. പ്രസിദ്ധരായ കച്ചവടക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം. കച്ചവട യാത്രകൾ കഴിഞ്ഞു വന്നാൽ ഇരുവരും കാണും, ദീർഘമായി സംസാരിക്കും, അനുഭവങ്ങൾ പങ്കുവെക്കും. പല കാര്യങ്ങളിലും അവർ ഒരേ അഭിപ്രായക്കാരാണ്, ഒരേ താല്പര്യക്കാരുമാണ്. മക്കയിലെ സാമൂഹിക അവസ്ഥ ദുഷിച്ചിരിക്കുന്നു എന്ന് രണ്ടാൾക്കും അഭിപ്രായമുണ്ട്. ബിംബാരാധന കൊടികുത്തി വാഴുന്ന കാലമാണത്. അവർ ഇരുവരും ഒരു ബിംബത്തെയും വണങ്ങിയില്ല, ഒരു ബിംബത്തെയും കാണാൻ പോയില്ല, വഴിപാട് നേർന്നില്ല. മദ്യത്തിന്റെ നാടാണത്. ഏത് വിശേഷാവസരത്തിലും മദ്യം വേണം. എന്നാൽ ഈ കൂട്ടുകാർ മദ്യം തൊടില്ല. മദ്യത്തിനെതിരാണവർ. ഒരു വിമോചകൻ വരുമെന്ന് അവർ കേട്ടിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് വഴി നടത്തുന്ന പ്രവാചകൻ വരട്ടെ, അതുവരെ കാത്തിരിക്കാം. വരാനിരിക്കുന്ന പ്രവാചകനെ പറ്റി യഹൂദികളും ക്രിസ്ത്യാനികളും വിശദീകരിക്കുന്നത് നോക്കാം. ആ മഹാത്മാവ് വരാൻ സമയമായിരിക്കുന്നു.
ഒരു ദിവസം കൂട്ടുകാർ കണ്ടുമുട്ടി. കച്ചവട യാത്രയ്ക്ക് ശേഷമുള്ള ഒരു കണ്ടുമുട്ടൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരന്റെ മുഖത്തേക്ക് നോക്കി പതിവില്ലാത്ത മുഖഭാവം. മുഖം പ്രസന്നമാണ്, സന്തോഷം തളം കെട്ടി നിൽക്കുന്നു, കൂട്ടത്തിൽ വല്ലാത്തൊരു ഗൗരവഭാവം. കൂട്ടുകാരാ, സന്തോഷിക്കുക, കാത്തിരുന്ന വിമോചകൻ സമാഗതമായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ആവേശത്തോടുകൂടി സംസാരം തുടങ്ങി. കൂട്ടുകാരന്റെ മനസ്സിൽ ആകാംക്ഷ വളർന്നു. എല്ലാ വിശദാംശങ്ങളും അറിയാൻ തിടുക്കമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വരം താഴ്ത്തി മെല്ലെ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ വിവരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണീ വിമോചകൻ? അൽ അമീൻ. നമ്മുടെ അൽ അമീനോ? നമ്മുടെ മുഹമ്മദോ? അതെ, നമ്മുടെ സ്വന്തം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ സ്വന്തം അൽ അമീൻ തന്നെയാണ്. പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് അൽ അമീൻ. ഇനിയൊരു നബിയില്ല, ഇത് അന്ത്യപ്രവാചകനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകൾ ഒഴുകി തുടങ്ങി. കടന്നുപോയ ഇന്നലകൾ, അൽ അമീനിന്റെ ജീവിതം പകൽ വെളിച്ചം പോലെ പരിശുദ്ധമാണത്. എല്ലാ ചലനങ്ങളും എല്ലാവർക്കും അറിയാം. ഹാഷിം കുടുംബത്തിലാണ് ജനനം. ജനിക്കും മുമ്പേ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. 6-ാം വയസ്സിൽ മാതാവ് ആമിന ബീവിയും മരണപ്പെട്ടു. എന്തെല്ലാം ദുഃഖങ്ങൾ സഹിച്ചിട്ടുണ്ട്, വേദനകൾ നിറഞ്ഞ എന്തെല്ലാം അനുഭവങ്ങൾ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, തങ്ങളുടെ പ്രദേശത്ത് തന്നെയാണ് അവരുടെ താമസം. മികച്ച കച്ചവടക്കാരി. അൽ അമീൻ അവരെ വിവാഹം ചെയ്തു. ശാന്തമായ കുടുംബജീവിതം നയിച്ചു വരികയാണ്. ആ വീട് തനിക്ക് സുപരിചിതമാണ്, തന്റെ കൂട്ടുകാരന് അതിലേറെ പരിചിതമാണ്. അന്ത്യപ്രവാചകൻ എന്താണ് പറയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു താൽപര്യപൂർവ്വം തന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സത്യസാക്ഷ്യവചനം ഉൾക്കൊള്ളണം. എന്താണ് സത്യസാക്ഷ്യവചനം? ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാകുന്നു, അവനല്ലാതെ ഒരു ഇലാഹില്ല. മുഹമ്മദ് അവന്റെ ദൂതൻ, റസൂലാണ്. കേട്ടപ്പോൾ കോരിത്തരിച്ചു പോയി. എന്തൊരു വചനമാണിത്! എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. താങ്കൾ സത്യസാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് സത്യസാക്ഷ്യവചനം. പ്രിയപ്പെട്ട ഉസ്മാൻ, താങ്കളും സത്യസാക്ഷ്യവചനം സ്വീകരിക്കൂ. തീർച്ചയായും എന്നെ ആ തിരുസന്നിധിയിൽ എത്തിച്ചു തരൂ. കാലം സാക്ഷി, വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ കുലീന കുടുംബാംഗമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിലെത്തി. സത്യസാക്ഷ്യം വഹിക്കാനുള്ള ആവേശത്തോടെ ഭക്തി നിർഭരമായ അന്തരീക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വിനയാന്വിതനായി ഇരുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തും നേരിടാനുള്ള മനക്കരുത്തോടെ ഈമാൻ വെട്ടിത്തിളങ്ങി മനസ്സ് നിറയെ. ഖുറൈശികൾ ആ വാർത്ത കേട്ടു ഞെട്ടി. ഉസ്മാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഗോത്രക്കാരുടെ പ്രിയങ്കരനായ ചെറുപ്പക്കാരൻ മനസ്സിൽ പ്രിയം വഴിമാറുകയാണ്. ഇന്നലെ വരെ അതിയായി സ്നേഹിച്ചു, ഇന്ന് സ്നേഹം വറ്റിപ്പോയിരിക്കുന്നു. മനസ്സിൽ സ്നേഹത്തിന്റെയോ കനിവിന്റെയോ നീരുറവയില്ല. വറ്റി വരണ്ടുപോയി. പകരം വന്നത് കോപം, വെറുപ്പ്. വെട്ടേറ്റ ഹിംസ്ര ജന്തുക്കളെ പോലെയായി ബന്ധുക്കൾ പ്രതികാരദാഹികളായി അവർ ആവേശപൂർവ്വം ഓടിവരുന്നു. കൈകളിൽ വടികളും ചാട്ടവാറുകളും ചങ്ങലകളും കയറുമുണ്ട്. ഒരു അതികായൻ കോപാഗ്നനായി ഓടിവരുന്നു. ഹക്കം ഇബ്നു അബുൽ ആസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യനാണ്. ആദ്യം നൽകിയത് ഉപദേശമായിരുന്നു. പൂർവ്വപിതാക്കളുടെ മതത്തിന്റെ മഹത്വം പറഞ്ഞുകൊടുത്തു. മുഹമ്മദിന്റെ മതം കൈവെടിയുക, പഴയ മതത്തിലേക്ക് മടങ്ങുക, സമൂഹത്തിൽ നിനക്കുള്ള സ്ഥാനമാനങ്ങളും പദവികളും ഓർമ്മിക്കുക, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പൊഴിവാക്കുക, അവരുടെ ശത്രുത വിളിച്ചു വരുത്തരുത്, അവർ ശത്രുക്കളായാൽ നിനക്കെവിടെ ജീവിക്കാനാവില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ നിലപാട് വിശദീകരിച്ചു. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിലാണ് ഞാൻ വിശ്വസിച്ചത്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. മുഹമ്മദ് നബി അവന്റെ റസൂലാകുന്നു. ഇത് സത്യമാണ്, ഇതാണ് സത്യം. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഈ സത്യം. അതിലെന്താണ് തെറ്റ്? ഈ വാക്കുകൾ ബന്ധുക്കളെ രോഷം കൊള്ളിച്ചു. അവർ കയറെടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു തൂണിൽ ബന്ധിച്ചു. കൈകാലുകൾ കയറുകൊണ്ട് കെട്ടി, ചാട്ടവാറുകൊണ്ട് ശക്തമായി അടിച്ചു. വെളുത്ത ശരീരത്തിൽ ചുവന്ന പാടുകൾ തെളിഞ്ഞു. നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിളിച്ചു പറയൂ, എങ്കിൽ നിന്നെ വിടാം. മർദ്ദകന്മാർ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ സത്യസാക്ഷ്യം വഹിച്ചവനാണ്, ഇനി സത്യത്തിൽ നിന്ന് പിന്മാറില്ല. മർദ്ദനം ആവർത്തിച്ചു കൊണ്ടിരുന്നു, പ്രഖ്യാപനവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നാളുകളോളം മർദ്ദനം തന്നെ. സ്ഥാനമാനങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു.
പട്ടുമെത്തയില്ല ഉറങ്ങാൻ, വെറും നിലത്ത് കിടന്നുറങ്ങാം. ആഡംബര ജീവിതം കൈവിട്ടുപോയി, ഇനി പരുക്കൻ ജീവിതം. പ്രശംസാ വചനങ്ങൾ കേൾക്കാനില്ല, ശാപവാക്കുകൾ മാത്രം. അടിമകളെ തല്ലും പോലെയാണ് തല്ലിയത്. കെട്ടഴിഞ്ഞപ്പോൾ പുറത്തേക്കോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിലെത്തും വരെ ഓട്ടമാണ്. എന്തൊരു കോലമാണിത്! സുന്ദരനായ ഉസ്മാനാണോ ഇത്? നീരുകെട്ടിയ മുറിവുകൾ, എത്രയോ മുറിപ്പാടുകൾ, വല്ലാത്ത വേദന. സത്യം സ്വീകരിച്ചതിന് ബന്ധുക്കൾ നൽകിയ ശിക്ഷ വല്ലാത്ത ശിക്ഷ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചു. ആശ്വാസ വചനങ്ങൾ മൊഴിഞ്ഞു. എന്തൊരാശ്വാസം! മുഖം പ്രസന്നമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഓതി മനസ്സിലേക്ക് ഇറങ്ങിപ്പോയി. എന്തൊരു കുളിർമ! കേട്ട വചനങ്ങൾ മനഃപ്പാടമാക്കി. എത്രയോ തവണ ഓതി നോക്കി. എന്തൊരു മധുരം! ഓരോ തവണ ഓതുമ്പോഴും ആവേശം വർദ്ധിക്കുന്നു. ഓരോ വചനത്തോടും എന്തെന്നില്ലാത്ത സ്നേഹം. ഇനിയും ഇനിയും കേൾക്കാൻ മോഹം. അനുഭൂതിയുടെ വല്ലാത്ത നിമിഷങ്ങൾ. ഈ നിമിഷങ്ങൾ ലഭിച്ചല്ലോ, എന്തൊരു സൗഭാഗ്യം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പുത്രിമാരെ അബൂലഹബിന്റെ 2 പുത്രന്മാരാണ് വിവാഹം ചെയ്തിരുന്നത്. റുഖയ്യ എന്ന പുത്രിയെ ഉത്ബത്ത് ബിനു അബീലഹബിന് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. ഉമ്മു കുൽസൂം എന്ന മകളെ ഉതൈബത്ത് ബിനു അബീലഹബിനും വിവാഹം ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മത പ്രബോധനം തുടങ്ങിയതോടെ അബൂലഹബ് ശത്രുവായി മാറി. അടുത്ത ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൽപ്പന കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ മലയിൽ കയറി അടുത്ത ബന്ധുക്കളെ വിളിച്ചു വരുത്തി. എല്ലാവരും വന്നു. പ്രമുഖന്മാരെ പേര് ചൊല്ലി വിളിച്ച് സംസാരിച്ചു. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്കിത് താക്കീത് നൽകാൻ അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ. ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. അബൂലഹബ് ക്ഷുഭിതനായി എഴുന്നേറ്റ് ഉറക്കി വിളിച്ചു പറഞ്ഞു, തബ്ബൻ ലക സായിറൽ അയ്യാം അലിഹാദാ ജമഅതനാ. എല്ലാ ദിവസവും നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? തബ്ബൻ ലക, നിനക്ക് നാശം. വലിയൊരു ശാപവചനമാണിത്. അത്രയും വലിയ ശാപവാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അബൂലഹബ് പ്രയോഗിച്ചു. അള്ളാഹു എന്ത് ചെയ്തെന്നോ അതേ ശാപവാക്കുകൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്ത് അവതരിപ്പിച്ചു. തബ്ബത് യദാ അബീലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ 2 കരങ്ങളും നാശമടയട്ടെ. അവൻ നാശമടയുക തന്നെ ചെയ്തു. ഈ സൂറത്ത് ഇറങ്ങിയതോടെ അവൻ നാണം കെട്ടു. പലരും അവനെ കളിയാക്കാൻ തുടങ്ങി. അവന്റെ ഭാര്യ ഉമ്മു ജമീലിനെയും ഈ സൂറത്തിൽ ശപിച്ചു. ഭാര്യയും ഭർത്താവും അബൂലഹബും ഉമ്മു ജബീലും മക്കളെ ഉപദേശിക്കുകയാണ്, മുഹമ്മദിന്റെ മക്കളെ വിവാഹമോചനം ചെയ്യുക. അങ്ങനെ വിവാഹമോചനം നടന്നു. വിവാഹമോചനം കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ദുഃഖിക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അതല്ല സംഭവിച്ചത്. വിവാഹമോചനം അനുഗ്രഹമായി തീർന്നു. ഖുറൈശികൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണവർ പിന്നെ കേട്ടത്. കോപം ആളിക്കത്തിക്കുന്ന വാർത്ത. മുഹമ്മദ് തന്റെ പുത്രി റുഖയ്യയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. എങ്ങനെ ഖുറൈശികൾ ഇത് സഹിക്കും? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിടികൊടുക്കാതെ നടക്കുകയാണ്. റുഖയ്യ റളിയല്ലാഹു അൻഹായോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാണ്. ചുറ്റുപാടുകൾ ഭീതി പരത്തി തുടങ്ങി. മക്കയിൽ മർദ്ദനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഭാര്യയോടൊപ്പം നാട് വിടുക, അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അതേക്കുറിച്ച് അവരോട് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു, അബുസീനിയ ഭരിക്കുന്നത് ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു രാജാവാണ്. കപ്പൽ കയറി അങ്ങോട്ട് പോയിക്കൊള്ളുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്. ആദ്യത്തെ മുഹാജിറാണ്. അല്ലാഹുവിലേക്കുള്ള ഹിജ്റയാണിത്. സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പരുക്കൻ ജീവിതത്തിലേക്കുള്ള ഹിജ്റ. റുഖയ്യ റളിയല്ലാഹു അൻഹ കൂടെ പോവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ ദുഃഖിതയാണ്. മനസ്സിൽ വേർപാടിന്റെ വേദന നിറഞ്ഞു. രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹായോടൊപ്പം നാട് വിട്ടുപോയി. മർദ്ദനം സഹിച്ചുകൊണ്ടിരുന്ന ചില സത്യവിശ്വാസികളും കൂട്ടത്തിൽ ചേർന്നു. രഹസ്യമായി കപ്പൽ കയറി വേർപാടിന്റെ വേദന നിറഞ്ഞ നിമിഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹായെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, സ്വാഹിബഹുമുല്ലാഹ്, അവർ ഇരുവരുടെയും കൂടെ അല്ലാഹു ഉണ്ട്. ഇന്ന ഉസ്മാന ലഅവ്വലഹും മൻ ഹാജറ ഇലല്ലാഹി ബിഅഹ്ലിഹി ബഅദ ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന് ശേഷം തന്റെ കുടുംബത്തോടൊപ്പം അല്ലാഹുവിലേക്ക് ഹിജ്റ പോകുന്ന ആദ്യത്തെ വ്യക്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആകുന്നു. അൽ മഅരിഫത്തു വത്താരിഖ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഈ വചനം പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടതായി കാണുന്നുണ്ട്. ആ സംഘം അബ്സീനായിലെത്തി. അവിടെ ഭരണം നടത്തുന്നത് നജ്ജാഷി രാജാവായിരുന്നു. പ്രജാവത്സനായ രാജാവ് മക്കയിൽ നിന്ന് അഭയം തേടി വന്നവരെ അദ്ദേഹം സ്വാഗതം ചെയ്തു.
ഏറെ വൈകാതെ ഖുറൈശി പ്രതിനിധികൾ അവിടെയെത്തി മക്കത്ത് നിന്ന് വന്നവരെ തിരിച്ചയക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം, അതിനുശേഷം അവരെ തിരിച്ചയക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇതായിരുന്നു നജ്ജാഷി രാജാവിന്റെ നിലപാട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ദർബാറിൽ ഹാജരായത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകനെ കുറിച്ച് നല്ല വിശദീകരണം നൽകി. ഇസ്ലാം മത തത്വങ്ങൾ വിവരിച്ചു. ഖുറൈശികൾ മുസ്ലിങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരതകൾ വിവരിച്ചു. ഖുറൈശികൾ ഞങ്ങളെ ആക്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നാട് വിടുമായിരുന്നില്ല, ഇവിടെ വരുമായിരുന്നില്ല. ഇവിടെ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. രാജാവ് കാര്യങ്ങളെല്ലാം മനസ്സിലായി മുസ്ലിങ്ങളെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസവും ദർബാർ കൂടി ജഅഫർ റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയമിലെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവി റളിയല്ലാഹു അൻഹായെയും വാഴ്ത്തുന്ന ഭാഗങ്ങൾ കേട്ട് രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പുത്രന് ഇബ്രാഹിം എന്ന് പേരിട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ അബൂ ഇബ്രാഹിം എന്ന് വിളിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് വളരെ സന്തോഷം നൽകിക്കൊണ്ട് ഏതാനും വർഷങ്ങൾ കൂടി ജീവിച്ചു. പൂവൻ കോഴി മുഖത്ത് കൊത്തിയത് കാരണം രോഗിയായി മരണപ്പെട്ടു. മരണം മദീനയിൽ വെച്ചായിരുന്നുവെന്ന് ചില രേഖകളിൽ കാണാൻ കഴിയും. അബ്സീനായിൽ ഹിജറ വന്നവർ പലതരം ജോലികളിൽ വ്യാപൃതരായി. കിട്ടുന്ന വരുമാനം കൊണ്ട് ശാന്തമായി ജീവിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാം, ആരും തടസ്സപ്പെടുത്തുകയില്ല, ആരുടെ മർദ്ദനം ഭയപ്പെടാനില്ല. അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹം തന്നെയാണത്. കപ്പൽ യാത്രക്കാരിൽ നിന്നാണ് മക്കയിലെ വിവരങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ മർദ്ദനങ്ങൾ നടക്കുകയാണ്. ആദർശത്തിന്റെ പേരിൽ കൊടിയ മർദ്ദനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മക്കയിലെ മർദ്ദനങ്ങൾ വർദ്ധിച്ചും വരികയാണ്. മദീനയിൽ ഇസ്ലാമിന്റെ ആദ്യ സന്ദേശവും എത്തി. മദീന നിവാസികളായ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നു. നബി തങ്ങൾ അവരുമായി രഹസ്യമായി സംസാരിച്ചു ചില കരാറുകളിലെത്തി. വന്നവരോ ഇസ്ലാം മതം സ്വീകരിച്ചു. തങ്ങൾക്ക് മതതത്വങ്ങൾ പഠിപ്പിച്ചു തരാൻ ഒരാളെ അയച്ചു തരണമെന്ന് അവർ പ്രവാചകരോട് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയ ശിഷ്യൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി മദീനയിലേക്ക് പോവാൻ ആവശ്യപ്പെട്ടു. മദീനയുടെ അന്നത്തെ പേര് യസ്രിബ് എന്നായിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അങ്ങനെ യസ്രിബിലെത്തി പലരെയും കണ്ടു. ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. ധാരാളം ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഹിജ്റ പോവാൻ സമയമായിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുമതിയായി ഒറ്റയായും ചെറു സംഘങ്ങളായും അവർ പുറപ്പെട്ടു. അള്ളാഹുവിലേക്കുള്ള ഹിജ്റ അങ്ങനെ പോയവർ മുഹാജിറുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ചരിത്രം കണ്ട ഏറ്റവും വലിയ പുണ്യ പുരുഷന്മാരായി. ഖുറൈശികൾ അറിയരുത്, അറിഞ്ഞാൽ തടയും, ഉപദ്രവിക്കും, കൊടും പീഡനങ്ങൾ നടക്കും. രഹസ്യമായിരുന്നു ആ യാത്ര. പലരും മക്ക വിട്ടു. ഖുറൈശികൾ നോക്കിയപ്പോൾ പലരെയും കാണാനില്ല. എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനായില്ല. ഒടുവിൽ ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടത്തെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നാടുവിട്ടിരിക്കുന്നു. പിടികൂടാൻ പല ശ്രമങ്ങളും നടത്തി നോക്കി, നടന്നില്ല. ഒടുവിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും സ്ഥലം വിട്ടു. എല്ലാവരും പോയി. മദീനയിലേക്കുള്ള പാതയിലൂടെ ഹിജ്റ സംഭവിച്ചു കഴിഞ്ഞു. ഈ വാർത്ത അബ്സീനായിൽ അറിഞ്ഞു. ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ഇനി ഞങ്ങൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അള്ളാഹു നൽകിയ ആശ്വാസം സന്തോഷവുമാണിത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പ്രിയപത്നി റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹായും തുടങ്ങിയവർ മദീനയിലെത്തി. അല്ലാഹു തആല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിൽ വലിയ ബറക്കത്ത് ചെയ്തിരുന്നു. വ്യാപാരം വളരെ വേഗത്തിലാണ് വളർന്നത്. മദീനയിലെത്തുമ്പോഴും അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. അമ്പരപ്പിക്കുന്ന ഔദാര്യമാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. മദീനയിൽ ശുദ്ധജലക്ഷാമം നന്നായി അനുഭവപ്പെട്ടു. ബിർ റൂമ മദീനയിലെ പ്രസിദ്ധമായ കിണറിന്റെ പേരാണത്. ബിർ റൂമായുടെ ഉടമസ്ഥൻ ഒരു ജൂതനാണ്. വെള്ളം അളന്നു കൊടുക്കും, നല്ല വില വാങ്ങും. പാവപ്പെട്ട മുഹാജിറുകൾ വളരെ പ്രയാസപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രയാസങ്ങൾ കാണുന്നു, വിഷമിക്കുന്നു. നബി തങ്ങൾ ഇങ്ങനെ ആശിച്ചുപോയി, തന്റെ അനുയായികളിൽപ്പെട്ട ആരെങ്കിലും ആ കിണർ വിലക്ക് വാങ്ങിയിരുന്നെങ്കിൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ മനസ്സിലാക്കി രംഗത്ത് വന്ന് ജൂതന്റെ സമീപം ചെന്നു, സഹോദരാ, താങ്കൾ ഈ കിണർ വിൽക്കുമോ? ഇല്ല, ഞാൻ വിൽക്കില്ല. എത്ര വില തന്നാലും ഞാൻ നിങ്ങൾക്ക് തരില്ല. വില പറഞ്ഞോളൂ, ഞാൻ തരാം. സംഭാഷണം അങ്ങനെ നീണ്ടുപോയി. ജൂതന്റെ മനസ്സിൽ ചെറിയ ചലനങ്ങളുണ്ടായി. കിണർ പൂർണ്ണമായി കൈവടിയാനാവില്ല, പകുതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിൽക്കാം എന്ന നിലയിലായി.
ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം, അടുത്ത ദിവസം വെള്ളം ജൂതന് അവകാശം. വൻ വിലയാണ് പറഞ്ഞത്, 12,000 ദിർഹം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12,000 ദിർഹം നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അവകാശപ്പെട്ട ദിവസം മുസ്ലിങ്ങൾ 2 ദിവസത്തേക്ക് വേണ്ട വെള്ളം കോരിവെക്കും. അടുത്ത ദിവസം ജൂതന്റെ അവകാശമാണ്. അന്ന് വെള്ളത്തിന്റെ വിൽപ്പന നടന്നില്ല. എല്ലാവരുടെ കയ്യിലും വെള്ളമുണ്ട്, തലേന്ന് തന്നെ കോരി വെച്ചിട്ടുണ്ട്. ഇനി കിണർ കൊണ്ടെന്ത് ലാഭം? കിണർ പൂർണ്ണമായി വിൽക്കാൻ സന്നദ്ധനായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിണർ പൂർണ്ണമായി വാങ്ങി. കിണർ മുസ്ലിങ്ങളുടെ പൊതു ആവശ്യത്തിനായി വിട്ടുകൊടുത്തു. മാഷാ അല്ലാഹ്, എന്തൊരു സ്വതക്കയാണ് നാം ഇവിടെ കാണുന്നത്. മഹാന്മാരായ മുഹാജിറുകൾ അവരുടെ ദാഹം തീർത്തത് ഈ കിണറ്റിലെ വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദാഹജലം നൽകിയ ഉസ്മാന് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ. ഏത് സമയത്തും കിണറ്റിൻകരയിൽ ആൾപെരുമാറ്റം, തോൽപാത്രങ്ങളിൽ വെള്ളമെടുത്ത് മടങ്ങുന്നവരുടെ നിരകൾ, നിറകണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നവരത്ര. മദീനയിൽ മസ്ജിദുൻ നബവി പണിതുയർത്തി, വളരെ ലളിതമായൊരു മസ്ജിദ്. ആദ്യഘട്ടത്തിൽ മേൽപ്പുരയില്ലായിരുന്നു, പിന്നെ ഈന്തപ്പനയോല കൊണ്ട് മേൽപ്പുര കെട്ടി. വാതിലുകൾക്ക് അടപ്പില്ലായിരുന്നു, പകരം പഴയ കമ്പിളിയും ചാക്കും തൂക്കിയിട്ടും. ഒന്നിനും പണമില്ല, എണ്ണ വാങ്ങാൻ പോലും. ആദ്യ നാളുകളിൽ വിളക്കില്ലായിരുന്നു, പിന്നെയാണ് വിളക്കും വെളിച്ചവും വന്നത്. ധാരാളം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലം. പള്ളിയിൽ തീരെ സ്ഥലം പോരാതെയായി. മുറ്റത്തും വഴിയിലൊക്കെയായി നിസ്കാരം. പള്ളി വിപുലീകരിക്കണം, സ്ഥലം വിലക്ക് വാങ്ങണം. ചുറ്റുപാടുമുള്ള സ്ഥലം ഓരോരുത്തരുടെ വകയാണ്, അത് വിലക്ക് വാങ്ങണം. എവിടെ നിന്ന് പണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ആഗ്രഹം വളർന്നു. മസ്ജിദ് വിപുലീകരിക്കാനുള്ള ആഗ്രഹമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി. സ്ഥല ഉടമകളുമായി സംസാരിച്ചു, വിലയുറപ്പിച്ചു. 25,000 ദിർഹം വില നൽകി സ്ഥലം വാങ്ങി മസ്ജിദിന്റെ പണി തുടങ്ങി. ഓരോരുത്തരും അധ്വാനിക്കുന്നു, മണ്ണ് ചുമന്നു, കല്ല് ചുമന്നു സഹായിക്കുന്നു, മറ്റു ജോലികൾ എടുക്കുന്നു. കൈവശമുള്ളതെല്ലാം നൽകാൻ സന്നദ്ധരാണവർ. ത്യാഗത്തിന്റെ നാളുകൾ. അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകരുടെയും പൊരുത്തം നേടാൻ വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധരായ സമുന്നത സ്വഹാബികൾ അക്കൂട്ടത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന മഹൽ വ്യക്തിത്വമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മസ്ജിദ് വിപുലീകരിച്ചു. വിശ്വാസികൾക്കിപ്പോൾ എന്തൊരാശ്വാസം! ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ വിവരിച്ചവർ അദ്ദേഹത്തിന്റെ ലജ്ജാശീലം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മാന്യമായി വസ്ത്രം ധരിക്കും, എന്നിട്ടേ മറ്റുള്ളവരോട് സംസാരിക്കുകയുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുമ്പോൾ ആളുകൾ ഈ ലജ്ജാശീലം പരിഗണിക്കും. മാന്യമായ രീതിയിലെ ആളുകൾ സമീപിക്കുകയുള്ളൂ. വരുന്നവർക്കും ഒരുതരം ലജ്ജ. മലക്കുകൾ പോലും ലജ്ജ പ്രകടിപ്പിച്ചു, പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരു സംഭവം വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുകയാണ്. ഒരു കട്ടിലിൽ കിടക്കുന്നു. കാലിന്റെ താഴെ അറ്റത്ത് നിന്ന് അല്പം തുണി നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. മുറിയിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു. അനുമതി നൽകപ്പെട്ടു. മുറിയിൽ കയറി സംസാരിച്ച് തിരിച്ചുപോയി. അതേ കിടപ്പിൽ കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത്. കുറച്ചു കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. മുറിയിൽ കയറാൻ അനുമതി തേടി സമ്മതം നൽകി. ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശിച്ചു. വന്ന കാര്യം സംസാരിച്ചു മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ കിടപ്പിലായിരുന്നു അപ്പോഴും. കുറച്ചു കഴിഞ്ഞ് പുറത്തുനിന്ന് മറ്റൊരാളുടെ ശബ്ദം. മുറിയിൽ പ്രവേശിക്കാൻ സമ്മതം ചോദിക്കുന്നു. ആഗതൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലായി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റിരുന്നു. തന്റെ കാലിലെ തുണി നേരെയാക്കി. ഇപ്പോൾ കാലുകൾ പൂർണ്ണമായി മറഞ്ഞിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്ന കാര്യം സംസാരിച്ചു. പതിയെ തിരിച്ചു പോവുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോഴുള്ള മാറ്റം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേകം ശ്രദ്ധിച്ചു. ആയിഷ ബീവി റസൂലുള്ളാഹിനോട് ഇപ്രകാരം ചോദിച്ചു: അള്ളാഹുവിന്റെ റസൂലേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ മാത്രം എന്താണ് നിങ്ങൾക്ക് ഈ മാറ്റം? അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു സംസാരിച്ചു തിരിച്ചുപോയി. ഉമർ തങ്ങൾ വന്നു സംസാരിച്ചു യാത്ര പറഞ്ഞുപോയി. അപ്പോഴൊന്നും കാണാത്ത രീതിയിലാണല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു: ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ ലജ്ജാശീലമുള്ള ആളാണ്. അത് പരിഗണിച്ചാണ് ഞാൻ അപ്രകാരം പെരുമാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു: അലാ അസ്തഈ മിൻ റജുലിൻ തസ്തഈ മിൻഹുൽ മലായിക. മലക്കുകൾ ലജ്ജ പ്രകടിപ്പിക്കുന്ന ഒരാളോട് എനിക്ക് ലജ്ജ വേണ്ടേ? ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമൃദ്ധമായിരുന്നു.
ഞാൻ അതേ കിടപ്പിൽ കിടന്നിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുറിയിൽ പ്രവേശിക്കില്ലായിരുന്നു. ലജ്ജ അതിനനുവദിക്കില്ല. പറയാൻ വന്ന കാര്യം പറയാനാവാതെ മടങ്ങിപ്പോവുമായിരുന്നു. ഈ വിധത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം. ഹയാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലജ്ജ എന്ന തലവാചകത്തോടെയാണ് ചില ചരിത്രകാരന്മാർ വിശദീകരണം നൽകപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടം വളർന്നു വലുതാവുകയാണ്. ഷാമിലേക്കും യമനിലേക്കും കാഫിലകൾ പോകുന്നുണ്ട്. 100 കണക്കായ ഒട്ടകങ്ങൾ ചരക്ക് ചുമന്നുകൊണ്ട് പോകുന്നു. മദീനയിലേക്ക് ധാന്യ ചാക്കുകൾ ഒഴുകി വരുന്നു. പട്ടിണിക്കാർ വരുമ്പോൾ ധാന്യം വാരിക്കോരിയാണ് കൊടുക്കുന്നത്. കണക്ക് നോക്കാതെ കൊടുക്കും. ധാന്യം പാകം ചെയ്ത് സുഭിക്ഷമായി അവർ കഴിക്കും. ദാനം ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും കണക്ക് വെക്കാറില്ല. എണ്ണിക്കണക്കാകാതെ കൊടുക്കും. അള്ളാഹു എണ്ണി തിട്ടപ്പെടുത്താതെ അനുഗ്രഹങ്ങൾ ദർശിക്കുകയും ചെയ്യും. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എപ്രകാരമായിരുന്നു? പുറം നാടുകളിൽ നിന്ന് മേനിയുള്ള തുണിത്തരങ്ങൾ കൊണ്ടുവന്ന് ദാനം ചെയ്യുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്നത് വില കുറഞ്ഞ പരുക്കൻ വസ്ത്രമാണ്. പാവപ്പെട്ടവരെ നന്നായി ഭക്ഷിപ്പിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആഹാരം വളരെ ലളിതമായിരുന്നു. ആഹാരത്തിൽ വിഭവങ്ങൾ വളരെ കുറവ്. മസ്ജിദിന്റെ അങ്കണത്തിലെ ചരൽക്കല്ലിൽ പഴംതുണി തലയ്ക്കു വെച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കണം. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. എത്ര വലിയ ആഡംബരത്തിൽ ജീവിക്കാനും സ്വത്തുണ്ട്. സ്വന്തം ജീവിതത്തിൽ ആഡംബരമില്ല, ലാളിത്യം മാത്രം. ധനം തരുന്നത് അള്ളാഹുവാണ്. എന്തിനാണ് ധനം തരുന്നത്? അള്ളാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കാൻ. ഇതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. മനസ്സിൽ ധനത്തിന് സ്ഥാനമില്ല. മനസ്സിൽ എന്താണുള്ളത്? അല്ലാഹു തആല, അവന്റെ റസൂൽ, അവരുടെ തൃപ്തിയാണ് ലക്ഷ്യം. ധനവും ശരീരവും അത് നേടാനുള്ളതാണ്. ശരിയായ പരിത്യാഗം ഒട്ടകക്കൂട്ടങ്ങൾക്കും ആട്ടിൻ പറ്റങ്ങൾക്കും തോട്ടങ്ങൾക്കും കച്ചവട ചരക്കുകൾക്കും മധ്യത്തിൽ ജീവിച്ച പരിത്യാഗി. അതിശയകരമായ പരിത്യാഗം. മഹാനവർകൾ വിശുദ്ധ ഖുർആനെ അളവറ്റ് സ്നേഹിച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞവരെല്ലാം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിനോടുണ്ടായിരുന്ന അളവറ്റ സ്നേഹം. എന്തൊരാവേശം, എന്തൊരു ഭ്രമം! വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ അവിടെ നിൽക്കും. പിടിച്ചു നിർത്തിയതുപോലെ എത്ര കേട്ടാലും മതിവരില്ല. ലയിച്ചു ചേർന്നു പോവും. സ്വന്തമായി ഓതുകയാണെങ്കിലോ അത്ഭുതകരമായ അവസ്ഥ. പരിസരം തന്നെ മറന്നുപോവും. ആയത്തിലെ ആശയങ്ങളുമായി ഇഴുകിച്ചേർന്നു പോവും. പാരായണം തുടർന്നുകൊണ്ടേയിരിക്കും. മണിക്കൂറുകൾ കടന്നുപോയാലും അറിയില്ല. വിശുദ്ധ ഖുർആൻ നിസ്കാരത്തിൽ നീട്ടിയോതുന്നത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. നിസ്കാരം ഇഷ്ടപ്പെട്ട കർമ്മമാണ്. നിസ്കരിച്ചാൽ മതിവരില്ല. രാത്രിയിലെ സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരത്തിലെ ഖുർആൻ പാരായണം കണ്ടവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സുന്നത്ത് നിസ്കാരത്തിൽ നീണ്ട സൂറത്തുകൾ ഓതിക്കൊണ്ടിരിക്കും. മതിവരാതെ ഓതും. ചിലപ്പോൾ ഓതി അവസാനം വരെയെത്തും. മനസ്സിനെ ഇളക്കിമറിക്കുന്ന ആയത്തുകൾ വിതുമ്പലോടെയല്ലാതെ ഓതി തീർക്കാനാവില്ല. ഒരു ചരിത്രകാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ കേട്ടു. കേട്ടത് കാണാതെ പഠിച്ചു. പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടു. ആത്മാവ് സംശുദ്ധമായി. സമൂലമായ സംസ്കരണം സിദ്ധിച്ചു. താൽപര്യങ്ങളും ഖുർആനിന് ചേർന്ന നിലയിലായി. രക്തധമനികളിൽ ഖുർആൻ അലിഞ്ഞു ചേർന്നു. മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും ഖുർആൻ. പ്രപഞ്ചമഖിലം ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ വചനം. ശക്തിയും വെളിച്ചവും അവൻ തന്നെ. മനസ്സ് നിറയെ അവൻ നൽകിയ വെളിച്ചം. തൗഹീദ് നിറഞ്ഞൊഴുകിയ ശരീരം. ആത്മാവിലും അത് തന്നെയാണ്. പ്രപഞ്ചം മുഴുവൻ അത് തന്നെ. വിശുദ്ധ വചനത്തിൽ ലയിച്ചുപോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രസ്താവിച്ചു: ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ. ഇത് കേട്ടതോടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആവേശഭരിതനായി. ആ ഉത്തമന്മാരിൽ പെടാനുള്ള ശ്രമമായി. എത്രയോ പേർക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പ്രസിദ്ധമായി തീർന്നു. ചരിത്രത്തിൽ അവർ തിളങ്ങി നിൽക്കുന്നു. അബൂ അബ്ദുറഹ്മാൻ സുലമി, മുഈറത്ത് ഇബ്നു അബി ശിഹാബ്, അബ്ദുൽ അസദ് തുടങ്ങി നിരവധി പേർ അക്കൂട്ടത്തിൽ പെടുന്നു. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസ്താവനകൾ പ്രസിദ്ധമാണ്. അവയിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം ആഗതമാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
ഈ ദുനിയാവിൽ എനിക്കിഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ഇവയാണ്: വിശന്നവർക്ക് ആഹാരം നൽകുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. 4 കാര്യങ്ങളുണ്ട്. അവയുടെ ബാഹ്യവശം ശ്രേഷ്ഠമാണ്, ആന്തരിക വശം നിർബന്ധവുമാണ്. സ്വാലിഹീങ്ങളുമായി സഹവസിക്കൽ ശ്രേഷ്ഠമാണ്, അവരെ പിൻപറ്റൽ നിർബന്ധവുമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ശ്രേഷ്ഠമാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കൽ നിർബന്ധവുമാണ്. ഖബർ സന്ദർശനം ശ്രേഷ്ഠമാണ്, മരണത്തിനൊരുങ്ങൽ നിർബന്ധവുമാണ്. രോഗിയെ സന്ദർശിക്കൽ ശ്രേഷ്ഠമാണ്, അവനുമായുള്ള വസിയത്ത് നിർബന്ധവുമാണ്. മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്ന പല അനുഗ്രഹങ്ങളെക്കുറിച്ചും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുത്തു പറയുന്നുണ്ട്. അറിവ് പകർന്നു നൽകാത്ത പണ്ഡിതൻ, പ്രയോഗത്തിൽ വരുത്താത്ത വിജ്ഞാനം, നിസ്കാരമില്ലാത്ത മസ്ജിദ്, പാരായണം ചെയ്യാത്ത മുസ്ഹഫ്, നല്ല വഴിയിൽ ചെലവഴിക്കാത്ത ധനം, യാത്രയ്ക്ക് ഉപകരിക്കാത്ത കുതിര, പരലോക യാത്രയ്ക്ക് ഒരുങ്ങാത്ത ദീർഘായുസ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അരുവി പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒഴുകി വന്നു. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനത്തിന്റെയും അഗാധതയിലേക്ക് മഹാൻ ഇറങ്ങിച്ചെന്നു. ഖുർആനിക വിജ്ഞാനത്തിന്റെ സാഗരമായി തീർന്നു. മുസ്ഹഫ് താഴെ വെച്ചില്ല. ശത്രുക്കളുടെ വാളുകൾ കഴുത്തിനു നേരെ നീണ്ടുവന്നപ്പോൾ പോലും മുസ്ഹഫിലെ പിടിവിട്ടില്ല. വിശുദ്ധ ഖുർആൻ പാരായണമായിരുന്നു ആശ്വാസം, അതുതന്നെയായിരുന്നു ആനന്ദം. ഈ ആനന്ദമാണ് അന്ത്യനിമിഷത്തിലും കാണാനായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാവുകയാണുണ്ടായത്. അന്ന് തുടങ്ങിയ കലാപമോ നിലയ്ക്കാതെ തുടരുകയാണ്. മക്കയിൽ എഴുത്തും വായനയും അറിയുന്നവരിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ എഴുതാൻ കഴിവുള്ള ആളായിരുന്നു. ഖുർആൻ ശേഖരിക്കപ്പെടണമെന്നും ഗ്രന്ഥരൂപത്തിലാക്കണമെന്നും അഭിപ്രായം ഉയർന്നത് 1-ാം ഖലീഫയുടെ കാലഘട്ടത്തിലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വളരെയേറെ സന്തോഷിപ്പിച്ച സംഭവമായിരുന്നു അത്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ പല രാജ്യങ്ങളിലുമെത്തി. അവർ ജനങ്ങളെ ഖുർആൻ പഠിപ്പിച്ചു. പുതിയ രാജ്യങ്ങൾ ഖലീഫമാർക്ക് കീഴടങ്ങി. അവിടുത്തെ ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് അവർക്ക് അനിവാര്യമായി തീർന്നു. പുതിയ തലമുറകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവരുടെ വൈജ്ഞാനിക മണ്ഡലം വികസിച്ചത് വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെയായിരുന്നു. പൂർവിക സമൂഹങ്ങളും ചരിത്രം പഠിച്ചു. തലമുറകൾ ചരിത്രബോധമുള്ളവരായിരുന്നു. 3-ാം ഖലീഫയായി വന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രമുഖരായ സ്വഹാബികളുടെ സഹായത്തോടെ വിശുദ്ധ ഖുർആനിന്റെ ആധികാരിക പ്രതി പുറത്തിറക്കി. പാരായണ വിധികൾ ജനങ്ങൾ മനസ്സിലാക്കി. ആധികാരികമായ പാരായണ രീതി നടപ്പിൽ വന്നു. അതനുസരിച്ച് മാത്രമേ പാരായണം പാടുള്ളൂ. ഈ രീതി ലോകം മുഴുവൻ പ്രചരിച്ചു. എല്ലാവരും അത് അംഗീകരിച്ചു. ഈ രംഗത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയ സേവനം എക്കാലവും പ്രശംസിക്കപ്പെടും. വിശുദ്ധ ഖുർആൻ ഈ വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ നിന്ന് നടപടിക്രമങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ മഹാപുരുഷന്മാരായിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്നത്. 1-ാം ഖലീഫയുടെയും 2-ാം ഖലീഫയുടെയും ഭരണകാര്യങ്ങളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നന്നായി സഹായിച്ചിരുന്നു. ഹിജ്റ 2-ാം വർഷം പല പ്രധാന സംഭവങ്ങളും നടന്ന വർഷമാണത്. പരിശുദ്ധ റമളാൻ മാസം പൂർണ്ണമായും നോമ്പെടുക്കൽ നിർബന്ധമാക്കപ്പെട്ടത്, സക്കാത്ത് നിർബന്ധമായത്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വന്നത്, ഫിത്ർ സക്കാത്ത് വന്നത്, ഉളുഹിയ്യത്ത് വന്നത്. ഹിജ്റ 2-ാം വർഷത്തിൽ ബദർ യുദ്ധവും നടന്നു. ബദർ വല്ലാത്ത പരീക്ഷണമായിരുന്നു. വിഭവങ്ങൾ കുറവാണ്, ആയുധങ്ങൾ കുറവാണ്, ആളുകളും കുറവാണ്. ബദറിൽ പോവൽ നിർബന്ധമായി തീർന്നു. എല്ലാവരും യാത്രയുടെ ഒരുക്കത്തിലാണ്. റമളാൻ 12-ന് യാത്ര തിരിക്കുന്നു. 313 പേർ, മഹാന്മാരായ ബദരീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ബദറിലേക്കുള്ള യാത്രയിലാണ്. പക്ഷേ മദീനയിലെ ഒരു ചെറിയ വീട്, വൃത്തിയും ഭംഗിയുമുള്ള വീട്, ഒരു കട്ടിലിൽ അവശയായി കിടക്കുന്നു. വീട്ടുകാരി ആരാണ്? ആ വീട്ടുകാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന പുത്രി റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ. രോഗം ശരീരത്തെ നന്നായി ബാധിച്ചു, അവശയായി പോയി. എന്തൊരു ക്ഷീണം! ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉത്കണ്ഠാകുലനാണ്. എല്ലാവരും ബദറിലേക്ക് പുറപ്പെടുകയാണ്. തനിക്കും പോവണം, പടപൊരുതണം. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ വീരരക്തസാക്ഷിയാവുക. എങ്ങനെ പോവും? ഭാര്യയുടെ കിടപ്പ് കണ്ടില്ലേ? യുദ്ധഫണ്ടിലേക്ക് ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അത് പോരല്ല, പടക്കളത്തിലിറങ്ങേണ്ടേ, പടപൊരുതേണ്ടേ. ഉപ്പയെ ഒന്ന് കണ്ടുവരട്ടെ. അത്രയും പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ധൃതി പിടിച്ചു വന്നു. റുഖയ്യ ബീവിയുടെ വിവരങ്ങൾ നബിയോട് പറഞ്ഞു. റുഖയ്യയുടെ നില ഗുരുതരമാണ്. ഉസ്മാൻ നന്നായി പരിചരിച്ചു കൊള്ളൂ, യുദ്ധത്തിന് വരേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം അരുൾ ചെയ്തു. തന്റെ മനസ്സിന്റെ അവസ്ഥയെന്ത്?
ആശയോ നിരാശയോ ഭാര്യയുടെ സമീപം വന്ന് നിന്നു. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മനസ്സിൽ വികാരങ്ങളുടെ തള്ളിച്ചയാണ്. ഭർത്താവിന്റെ സാമീപ്യം ആശ്വാസം പകരുന്നതാണ്. പക്ഷേ ഈ സാമീപ്യം ബദറിൽ പോവാതെയുള്ള ഈ നിൽപ്പ്, അതാണ് വിധി. അതിൽ ആശ്വസിക്കാം. ഉപ്പയും സ്വഹാബികളും യാത്ര പോയി എന്ന് കേട്ടു. തളർച്ച കൂടിക്കൂടി വരികയാണ്. രോഗം വർദ്ധിച്ചു വരികയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. ഭാര്യയ്ക്ക് മരുന്ന് നൽകിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ വെള്ളം കൊടുക്കുന്നു. രാത്രിയുടെ യാമങ്ങൾ ശരീരം വേദനിക്കുന്നു. അപ്പോൾ റുഖയ്യ ബീവിയുടെ മനസ്സിൽ 2 മുഖങ്ങൾ തെളിഞ്ഞു വരുന്നു. കാണാൻ വല്ലാത്ത മോഹമാണ്. കാണാൻ കഴിയുമോ? ഉപ്പയുടെ മുഖം, ഇത്താത്തയുടെ മുഖം. ആരാണ് ഇത്താത്ത? സൈനബ റളിയല്ലാഹു അൻഹ. ഉപ്പ ഇപ്പോൾ ബദറിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാവും. ഇത്താത്ത സൈനബ ബീവിയുടെ കാര്യം എന്താണ്? അവർ മക്കയിലാണ്. ഭർത്താവ് അവിടെ നിർത്തിയിരിക്കുകയാണ്. സ്നേഹത്തിന്റെ സാഗരമാണ് ഇത്താത്ത. സൈനബ റളിയല്ലാഹു അൻഹ എന്തൊരു സുന്ദര വദനം, പ്രകാശം പരത്തുന്ന ആ പുഞ്ചിരി കണ്ടിട്ട് എത്രയോ കാലമായി. ഒരിക്കൽ കൂടി ആ മുഖം കാണാൻ കഴിയുമോ? റുഖയ്യ ബീവി അവശയായി മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി കടക്കുകയാണ്. തന്റെ ഉപ്പയെയും തന്റെ ഇത്താത്ത സൈനബ ബീവിയെയും റുഖയ്യ ബീവിക്കൊന്ന് കാണണം. വല്ലാത്ത മോഹമാണ്. അവശയായ രോഗിയുടെ വലിയ മോഹം ആരോട് പറയാൻ? മോഹം മനസ്സിൽ ഒതുങ്ങി നിൽക്കട്ടെ. രാപ്പകലുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഉപ്പ ബദറിലെത്തിക്കാണും. അല്ലാഹുവേ, മരുന്നുകൾ ഫലം ചെയ്തില്ല. റുഖയ്യ ബീവിയുടെ വായിൽ നിന്ന് സത്യസാക്ഷ്യവചനം ഒഴുകി വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അന്ത്യവചനം ഒഴിഞ്ഞു കഴിഞ്ഞു. ആത്മാവ് നീങ്ങിപ്പോയി. ശരീരം ബാക്കിയായി. ശരീരം തുണി കൊണ്ട് മൂടി. സ്ത്രീകൾ വന്നുകൂടി. മരണാനന്തര കർമ്മങ്ങൾക്ക് തുടക്കമായി. ആരെയും കാത്തിരിക്കാനില്ല. പടക്കളത്തിലേക്ക് പോയവരുടെ ഒരു വിവരവും അറിയില്ല. മനസ്സുകളിൽ ഉത്കണ്ഠയാണ്. ജൂതന്മാർ അർത്ഥം വെച്ച് നോക്കുന്നുണ്ട്. എല്ലാം ബദറിൽ തീരും. ആ നോട്ടങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. പുരുഷന്മാരുമായി വളരെ കുറച്ചുപേർ മാത്രമേ മദീനയിലുള്ളൂ. അവർ ഖബർ കുഴിക്കാൻ തുടങ്ങി. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മറ്റ് കർമ്മങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ റുഖയ്യ ബീവിയെ ചുമന്നുകൊണ്ടുപോയി ഖബറടക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ തന്നെ തനിച്ചാക്കിയിട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി തനിക്കുണ്ടായിരുന്ന പ്രത്യേക ബന്ധം. റസൂലുള്ളാന്റെ മരുമോനാണ്. റസൂലുള്ളാനെ ഉപ്പ എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിക്കുക. ആ പ്രത്യേകമായ ബന്ധം അറ്റുപോയതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ഖബറടക്കൽ കർമ്മം പൂർണ്ണമായി. ജന്നത്തുൽ ബഖയിൽ നിന്ന് ആളുകൾ പിന്തിരിയുകയാണ്. അപ്പോൾ മദീനയുടെ വഴിയിൽ ആ ശബ്ദം മുഴങ്ങി. സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിച്ചിരിക്കുന്നു. മക്ക മുശ്രിക്കുകളുടെ നേതാക്കൾ വധിക്കപ്പെട്ടിരിക്കുന്നു. ആളുകൾ ശബ്ദം കേട്ട ഭാഗത്തേക്കോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ടാണ് വിളിച്ചു പറയുന്നത്. മുശ്രിക്കുകളിൽ പലരെയും ബന്ദികളാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷിതനാണ്. ഏതാനും ദിവസങ്ങൾ ബന്ദികളെയും കൊണ്ട് മദീനയിൽ എത്തിച്ചേരുന്നതാണ്. നിമിഷ നേരത്തേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കോരിത്തരിച്ചു നിന്നുപോയി. ദിവസങ്ങളായി മനസ്സിൽ തളം കെട്ടി നീന്ന കടുത്ത ദുഃഖം മറന്നുപോയി. കണ്ണുകൾ തിളങ്ങി, മുഖം പ്രസന്നമായി. അൽഹംദുലില്ലാഹ്. എന്നും എപ്പോഴും അല്ലാഹുവിന് സ്തുതി. ബദർ യുദ്ധത്തിന്റെ വിശദ വിവരങ്ങൾ ലഭിക്കണം. സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധ വിവരണം നൽകുകയാണ്. കേൾക്കുന്തോറും മനസ്സ് കോരിത്തരിക്കുകയാണ്. ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളിലേക്ക്, ഉമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക്, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ബദർ യുദ്ധ വിവരങ്ങൾ നീങ്ങുകയാണ്. യഹൂദികൾ അമ്പരന്നു. അവർ അമ്പരപ്പോടെ സംസാരിച്ചു. ഇത് അതിശയകരം തന്നെ. ദിവസങ്ങൾ നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങിയെത്തി. ജന്നത്തുൽ ബഖയിൽ വന്നു മകളുടെ ഖബറിനരികിൽ നിന്നു. സ്നേഹനിധിയായ പിതാവിന്റെ ദുഃഖം. മകൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണീരോടെ സലാം ചൊല്ലിച്ച് പിരിഞ്ഞു. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹായുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ വെച്ചു തന്നെ മരണപ്പെട്ടിരുന്നു. മക്കയിലാണ് ഖബർ. എത്രയോ കാലം ഉമ്മയെ പിരിഞ്ഞു ജീവിച്ചു. അബ്സീനയിലായിരുന്നല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടുത്ത ദുഃഖത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നന്നായി അറിയുന്നുണ്ട്. ദുഃഖം തീർക്കണം. അതിനുള്ള വഴി തേടുകയാണ്. ഭർത്താവിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കാനും അവയുമായി പൊരുത്തപ്പെട്ടു പോവാനും കഴിവുള്ള സൽഗുണ സമ്പന്നയായ ഭാര്യയായിരുന്നു റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ. ഭാര്യ ഭർത്താവിന്റെ താല്പര്യങ്ങൾ അലിഞ്ഞു ചേർന്ന് ജീവിച്ചു. ഭർത്താവ് ധാരാളം സുന്നത്ത് നോമ്പെടുക്കും. രാത്രി വളരെ നേരം നിസ്കരിക്കും. ഭാര്യയും അതിലെല്ലാം തൽപരരായിരുന്നു.
വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹം, അതിലും ഭാര്യ പങ്കാളിയായി. ഹിജറ 2-ാം വർഷം റമദാൻ മാസത്തിൽ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി പോവുകയാണ്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹായുടെ സഹോദരി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹു അൻഹായെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിക്കുകയാണ്. മദീനയിൽ അതൊരു സന്തോഷ വാർത്തയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനം ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മസ്ജിദിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഉസ്മാൻ, ഹാദാ ജിബ്രീൽ അഖ്ബറനി അന്നല്ലാഹ സവ്വജക ഉമ്മു കുൽസൂം. ഓ ഉസ്മാൻ, ഇദാ ജിബ്രീൽ, അല്ലാഹു ഉമ്മു കുൽസൂമിനെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നതായി ജിബ്രീൽ എന്നോട് പറഞ്ഞു. അനുഗ്രഹീതമായ വിവാഹം. ഹിജറ 3-ാം വർഷത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പുത്രിമാർ, അവർ 2 പ്രകാശങ്ങൾ സിദ്ധിച്ച സൗഭാഗ്യവാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു സ്ഥാനപ്പേര് കിട്ടി, ദുന്നൂറൈൻ. ഹിജറ 9-ാം വർഷം വരെ ദമ്പതികൾ മാതൃകാ ജീവിതം നയിച്ചു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ 6 വർഷങ്ങൾ. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാക്ക് രോഗം ബാധിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ഉത്കണ്ഠാകുലനായി. റുഖയ്യ റളിയല്ലാഹു അൻഹായുടെ രോഗത്തിന്റെ നാളുകൾ വേദനിപ്പിക്കുന്ന ഓർമ്മയായി മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് പിതാവിനെ കാണാതെ മകൾ മരണപ്പെട്ടു. ഉമ്മു കുൽസൂമിന്റെ ശരീരം വാടിത്തളർന്ന മുഖം വാടിയ പൂ പോലെ കിടക്കുകയാണവർ. മരണത്തിന്റെ കാലച്ച അടുത്തു വരികയാണ്. ഹിജറ 9 വർഷം. സംഭവബഹുലമായ വർഷമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിന്ന് തിരിയാൻ നേരമില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ. ശഅബാൻ മാസം ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ വരികയാണ്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ കലിമ ചൊല്ലി, കലിമത്തു തൗഹീദ്. കണ്ണുകൾ അടഞ്ഞു, ശ്വാസം നിലച്ചു, എല്ലാം നിശ്ചലം. മരണാനന്തര കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. എല്ലാറ്റിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകി. ഖബറടക്കൽ കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനരികിൽ ഇരുന്നു മുഖം നിറയെ ദുഃഖം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. അപ്പോൾ നബി തങ്ങളുടെ 2 നയനങ്ങളും നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. ദുഃഖത്തിന്റെ കണ്ണീർ കണങ്ങൾ. ലൈല ബിൻത്ത് ഖാനിഫ്, അസ്മാ ബിൻത്ത് ഉമൈസ്, സൊഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ ചേർന്ന് മയ്യത്ത് കുളിപ്പിക്കുകയാണ്. കുളിക്കുമ്പോഴും കഫൻ ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ആ രംഗങ്ങൾ പിന്നീട് അവർ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നിവർ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ദുഃഖിതനായി. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം പ്രസിദ്ധമാണ്. ലൗ കാനത്ത് ഇൻതനാ സാലിസത്തുൽ ലസവ്വജ്നാ കഹായാ ഉസ്മാൻ. ഉസ്മാൻ, നമ്മുടെ പക്കൽ 3-മതൊരു മകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുമായിരുന്നു. മാഷാ അല്ലാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സേവനം തിളങ്ങി നിന്ന ഒരു സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെട്ടു. ദുൽഖഅദ് മാസത്തിലായിരുന്നു യാത്ര. ബലിമൃഗങ്ങൾ കൂടെയുണ്ടായിരുന്നു. ഉംറയുടെ വേഷം. അറബികൾ യാത്രയിൽ ഒരു വാള് കരുതാറുണ്ട്. അത് ഉറയിൽ തന്നെ കാണും. എപ്പോഴും പുറത്തെടുക്കേണ്ടി വരില്ല. ആ വാൾ മാത്രമേ കൈവശമുള്ളൂ. തീർത്ഥാടകരാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. യുദ്ധത്തിന് പോകുന്നവരല്ല, ആയുധങ്ങളില്ല. ഹുദൈബിയ എന്ന സ്ഥലത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം അവിടെ മുട്ടുകുത്തി നിൽക്കുകയാണ്. ചിലർ ഒട്ടകത്തെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. നബി തങ്ങൾ അതറിഞ്ഞു. നിർദ്ദേശം കിട്ടിയ ഒട്ടകമാണത്. മുമ്പോട്ട് നീങ്ങാൻ കൽപ്പനയില്ല. അവിടെ തമ്പടിക്കാൻ നിർദ്ദേശിച്ചു. അനേകം തമ്പുകൾ ഉയർന്നു. മക്കയിൽ നിന്ന് ദൂതന്മാർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വന്നതാണ്, ഏറ്റുമുട്ടലിന് വന്നതല്ല. ഞങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം. ഖുറൈശികൾ അനുവദിച്ചില്ല. സംഭാഷണങ്ങളൊന്നും ഫലം ചെയ്തില്ല. ഒടുവിൽ മക്കയിലേക്ക് ഒരു പ്രത്യേക ദൂതനെ അയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതൊരു വല്ലാത്ത ദൗത്യമായിരുന്നു. മനസ്സ് നിറയെ ശത്രുതയുമായി നിൽക്കുന്ന ഖുറൈശികളുടെ മുമ്പിലേക്കാണ് പോകുന്നത്. എന്തും സംഭവിക്കാം. മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഖുറൈശികളെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം കൈമാറി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വന്നതാണ്, ഞങ്ങളെ അതിനനുവദിക്കണം. ഖുറൈശികളുടെ മറുപടി ഇപ്രകാരമായിരുന്നു,
താങ്കൾക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്യാൻ മറ്റാരെയും അനുവദിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രതികരിച്ചു, അള്ളാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്യുന്നത് വരെ ഞാൻ തവാഫ് ചെയ്യുകയില്ല. ഖുറൈശികളുടെ മനസ്സലിഞ്ഞില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പലരെയും കണ്ടു സംസാരിച്ചു, ഒന്നും ഫലവത്തായില്ല. ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ മധ്യത്തിലാണ്. തടവിലായതുപോലെയായി പലരും രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ മുസ്ലിം പാളയത്തിൽ കിംവദന്തി പരന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. സ്വഹാബികൾ രോഷാകുലരായി മാറി. എന്തൊരു ധിക്കാരമാണിത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ വിഷമിച്ചു പോയി. ഈ സന്ദർഭത്തിലാണ് സ്വഹാബികൾ മരണപ്രതിജ്ഞ ചെയ്തത്. ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യും, മരണം വരെ യുദ്ധം ചെയ്യും, യുദ്ധക്കളം വിട്ടോടിപ്പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ചു പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ആ വാർത്ത വന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിട്ടില്ല, സുരക്ഷിതനാണ്, തിരിച്ചുവരും. ഉത്കണ്ഠ നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചെത്തുകയാണ്. ഖുറൈശികളുടെ പ്രതിനിധിയും വന്നു. അങ്ങനെ സന്ധി വ്യവസ്ഥകൾ എഴുതിയുണ്ടാക്കി. പ്രത്യക്ഷത്തിൽ അപമാനകരമായ വ്യവസ്ഥകളാണ് സന്ധിയിലുള്ളതെന്ന് തോന്നാം. അള്ളാഹു ഉദ്ദേശിച്ചത് വ്യക്തമായ വിജയമാണ്. ഏതാനും വർഷങ്ങൾ കൊണ്ട് എല്ലാവർക്കും അത് ബോധ്യമാവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം പറയുന്നതിന്റെ ഒരു ഭാഗമായ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഭാഗത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നാം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. സന്ധിയുണ്ടാക്കുന്നത് രണ്ട് ശക്തികൾ തമ്മിലാണ്. ഖുറൈശികൾ മുസ്ലിങ്ങളുമായി സന്ധിയുണ്ടാക്കി. ഫലത്തിൽ മുസ്ലിങ്ങളെ ഖുറൈശികൾ ഒരു ശക്തിയായി അംഗീകരിക്കുകയായിരുന്നു. കുറച്ചു കാലത്തേക്ക് യുദ്ധമില്ല, യുദ്ധഭയമില്ലാതെ ജീവിക്കാം, മതപ്രചരണത്തിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും വ്യാപൃതരാവാം. ഇതും ഒരു നേട്ടം തന്നെ. വലിയ നേട്ടങ്ങൾ പിന്നാലെ വന്നു. ഹുദൈബിയ സന്ധി ഖുറൈശികൾക്ക് വൻ പരാജയമായിട്ടാണ് കലാശിച്ചത്. ഇസ്ലാം അറേബ്യയിലാകെ പ്രചരിക്കാൻ അത് കാരണമായി തീർന്നു. ചരിത്രത്തിലെ സുപ്രധാനമായൊരു കാലഘട്ടമാണ് ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരാണ് ഖുലഫാ ഉർ റാഷിദുകൾ. മുസ്ലിം ഉമ്മത്തിന്റെ ആദ്യ ഭരണാധികാരികളിൽ ഇവരാണ്. ഇവരുടെ ഭരണകാലം നമുക്കൊന്ന് പരിശോധിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 11 ഖലീഫയായി. 2 കൊല്ലവും 3 മാസവും ഭരിച്ചു. ഹിജ്റ 13 അദ്ദേഹം വഫാത്തായി. വഫാത്താകുമ്പോൾ 63 വയസ്സ് പ്രായമായിരുന്നു. ഹിജ്റ 13 ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. 10.5 വർഷത്തോളം ഭരണം നടത്തി. എക്കാലത്തെയും ഭരണാധികാരികൾക്ക് മാതൃകയായി. സമ്പന്ന രാഷ്ട്രങ്ങളായ ഇറാഖ്, സിറിയ, പേർഷ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയ കാലഘട്ടം. ഹിജ്റ 23 അദ്ദേഹം വഫാത്തായി. വഫാത്താകുമ്പോൾ പ്രായം 63 വയസ്സായിരുന്നു. മൂന്നാമത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 23 ഖലീഫയായി തിരഞ്ഞെടുത്തത്. അദ്ദേഹം 12 വർഷം ഭരിച്ചു. ഹിജ്റ 35 വഫാത്തായി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 82 വയസ്സായിരുന്നു. 4-ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ 35 അദ്ദേഹം ഖലീഫയായി തെരഞ്ഞെടുത്തു. 4 കൊല്ലവും 9 മാസവും അദ്ദേഹം ഭരണം നടത്തി. ഹിജ്റ 40 അദ്ദേഹം വഫാത്തായി. ഹിജ്റ 23 ചില സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലെത്തി. ധാരാളം ഹാജിമാർ പങ്കെടുത്ത ഹജ്ജ് നല്ല നിലയിൽ തന്നെ സമാപിച്ചു. ഖലീഫയ്ക്ക് വയസ്സ് 63. ഈ പ്രായത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. തന്റെ മുൻഗാമിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതും ഇതേ പ്രായത്തിൽ തന്നെയാണ്. ഖലീഫയും സംഘവും മക്കയിൽ നിന്ന് മടങ്ങുകയാണ്. മക്കയുടെ പുറത്തുള്ള ഒരു സ്ഥലത്ത് അവർ യാത്ര നിർത്തി. ഖലീഫയും കൂട്ടരും ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു മണൽ വാരിക്കൂട്ടി അതിൽ മുണ്ടുവിരിച്ച് കിടന്ന് ആകാശത്തേക്ക് നോക്കി. വിജയങ്ങൾക്കുമേൽ വിജയം നേടിയ നേതാവ്, ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഭരണാധികാരി, തൊട്ടതെല്ലാം പൊന്നാകും എന്ന് പറഞ്ഞ അവസ്ഥ. പ്രശസ്തിയുടെ കൊടുമുടിയിലാണ്. ആരും അഭിമാനത്തോടെ ഖലീഫയെ ഓർക്കും. വയസ്സ് 63. ഈ അവസ്ഥയിൽ മരണം സംഭവിക്കുന്നത് അനുഗ്രഹീതം തന്നെ. പല കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം യാത്ര തുടർന്നു മദീനയിലെത്തി. ദുൽഹിജ്ജ മാസം 27-ാം തീയതി സുബഹിയായി. മസ്ജിദിൽ ബാങ്ക് വിളിച്ചു. ഇരുട്ടിൽ ചിലരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഖലീഫ തന്നെ പലരെയും തട്ടി വിളിച്ചു ഉണർത്തി. എല്ലാവരും നിസ്കാരത്തിന് തയ്യാറായി. അണികൾ നേരെയാക്കി. ഇരുട്ടിൽ നിന്നൊരാൾ ചാടി വീണു. ഖലീഫയെ പലതവണ കുത്തി രക്തം ചീറ്റി. ഖലീഫ നിലത്ത് വീണുപോയി.
ആളുകൾ ഘാതകനെ പിടികൂടാൻ ശ്രമിച്ചു. ഇരുതല മൂർച്ചയുള്ള കടാര ശക്തമായി വീശിക്കൊണ്ടിരുന്നു. അതിൽ 12 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഘാതകൻ സ്വന്തം ശരീരത്തിൽ കത്തി കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. അപ്പോഴും ഖലീഫയുടെ ശ്രദ്ധ നിസ്കാരത്തിലായിരുന്നു. അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു. താങ്കൾ നിസ്കാരത്തിന് നേതൃത്വം നൽകൂ, എന്റെ കാര്യം അതിനുശേഷം നോക്കിയാൽ മതി. വളരെ ചെറിയ സൂറത്തുകൾ ഓതി നിസ്കാരം നിർവഹിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി മാറി. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം നിർവഹിച്ചിട്ടില്ല. അക്കാര്യത്തിലാണ് ഇപ്പോൾ ഉത്കണ്ഠ. നിസ്കാരമെന്ന് കേട്ടാൽ ഖലീഫയ്ക്ക് ബോധം തെളിയുമെന്ന് ചിലർ പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ അസ്വലാ അസ്വലാ, ചിലർ അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ഖലീഫ കണ്ണു തുറന്നു. യാ അല്ലാഹ്, നിസ്കാരമില്ലാത്തവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. വളരെ പ്രയാസത്തോടെ വുളൂ ചെയ്ത് നിസ്കരിക്കുകയാണ്. വൈദ്യന്മാർ പരിശോധിച്ചു. മാരകമാണ് മുറിവുകൾ, കൂടുതൽ തകർന്നിട്ടുണ്ട്, രക്ഷപ്പെടില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ 6 അംഗ സമിതിയെ ഏൽപ്പിച്ചു. 6 അംഗങ്ങൾ ഇവരായിരുന്നു: 1 അലി റളിയല്ലാഹു അൻഹു, 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 3 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, 4 സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, 5 സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, 6 ത്വൽഹത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു: നിങ്ങളാണ് ഉത്തമന്മാർ, നിങ്ങളാണ് നായകന്മാർ, നിങ്ങളിൽ നിന്നൊരാൾ ഖലീഫയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ പറ്റി സംതൃപ്തരാണ്. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, എങ്കിൽ എനിക്കൊരു ഭയവുമില്ല. നിങ്ങൾ ഭിന്നിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. പെട്ടെന്ന് രക്തം ചീറ്റി ഖലീഫ വഫാത്തായെന്ന് തോന്നിപ്പോയി. അല്പം കഴിഞ്ഞു വീണ്ടും സംസാരിക്കുകയാണ്: ഞാൻ മരണപ്പെട്ടാൽ 3 ദിവസം നിങ്ങൾക്ക് കൂടിയാലോചന നടത്താം. 4-ാം ദിവസം ഖലീഫയെ പ്രഖ്യാപിക്കണം. ഈ ദിവസങ്ങളിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ. എന്റെ മകൻ അബ്ദുള്ളയെ ഒരു ഉപദേശകൻ എന്ന നിലയിൽ കൂടിയാലോചനകളിൽ പങ്കെടുപ്പിക്കാം. അവനെ ഖലീഫയാക്കാൻ പാടില്ല. മകൻ അബ്ദുള്ളയോട് ഉപദേശം നൽകി ബൈത്തുൽ മാലിൽ നിന്നെടുത്ത സംഖ്യ തിരിച്ചു നൽകണം. എല്ലാം പറഞ്ഞവസാനിച്ചു ശാന്തനായി വഫാത്തായി. പേർഷ്യൻ വംശജനായ അബൂ ലുഅ്ലു ആണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. പേർഷ്യ ജയിച്ചടക്കിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. പേർഷ്യൻ ജനത വിമോചിതരായി സന്തോഷിച്ചു. അധികാരം നഷ്ടപ്പെട്ടവർ ശത്രുത മനസ്സിലൊളിപ്പിച്ചു. അവരിൽ പലരും മദീനയിലെത്തി. അവരുടെ ഗൂഢ പദ്ധതിയായിരുന്നു ഖലീഫയുടെ വധത്തിന് പിന്നിലെന്ന് കരുതുന്ന ചരിത്രകാരന്മാരുണ്ട്. അവർ അബൂ ലുഅ്ലുവിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഖലീഫയുടെ ജനാസ നിസ്കാരത്തിന് ശുഐബ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകി റൗള ഷരീഫിൽ ഖബറടക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ 6 അംഗ സമിതി പലതവണ കൂടിയാലോചന നടത്തി. ഖലീഫയാവാൻ 3 പേർ നിർദ്ദേശിക്കപ്പെടുകയാണ്: അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു: ഞാൻ സ്വയം പിൻവാങ്ങാം. നിങ്ങൾ 2 പേരിൽ ഒരാളെ ഞാൻ ഖലീഫയായി നിശ്ചയിക്കാം. സമ്മതമാണോ? സമ്മതമാണ്. ഇരുവരും സമ്മതിച്ചു. ആരെ ഖലീഫയാക്കും? വെറുതെ പറയാൻ പറ്റുമോ? ഒട്ടനേകം ആളുകളുമായി സ്വകാര്യ സംഭാഷണം നടത്തണം. 3 ദിവസങ്ങൾ തിരക്കു പിടിച്ചതായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വിശ്രമമില്ലാതെ അധ്വാനിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ നോക്കി. പ്രമുഖന്മാർ, സേനാ നായകന്മാർ, നബി പത്നിമാർ തുടങ്ങിയവരോടെല്ലാം സംസാരിച്ചു. ഒടുവിൽ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു ചോദിച്ചു: താങ്കളെ ഞാൻ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ തിരഞ്ഞെടുക്കണം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഉസ്മാനെ തിരഞ്ഞെടുക്കൂ. നേരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് ഇതേ ചോദ്യം ചോദിച്ചു: താങ്കളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു: അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി 3 ദിവസങ്ങൾ കഴിഞ്ഞു. 4-ാം ദിവസം സുബ്ഹി നിസ്കാരത്തിന് മസ്ജിദ് തിങ്ങി നിറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി പ്രഖ്യാപിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവും ബൈഅത്ത് ചെയ്തു. ജനങ്ങൾക്ക് ആശ്വാസമായി. അനിശ്ചിതത്വം നീങ്ങിക്കിട്ടിയല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ അവർ ഓർമ്മിച്ചു. ഖിലാഫത്ത് പദവിയിൽ ഏറ്റവും യോഗ്യനായ വ്യക്തി തന്നെ നിയോഗിക്കപ്പെടുകയാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായി, ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി നമുക്ക് മുസ്ഹഫിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. മുസ്ഹഫ് എന്ന് കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയായിരിക്കും.
കാരണം ലോകത്തിലുള്ള ഇന്ന് വിവിധ മുസ്ലിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ക്രോഡീകരണത്തിൽ വിരിഞ്ഞ ആ മുസ്ഹഫായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോഴാണ് ദിവ്യ സന്ദേശം അഥവാ നുബുവത്ത് ലഭിച്ചു തുടങ്ങിയത്. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് 63-ാം വയസ്സിൽ. അതിനിടയിലുള്ള 23 വർഷങ്ങൾക്കിടയിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിത്തീർന്നത്. വഹി ഇറങ്ങുമ്പോൾ തന്നെ അത് എഴുതി വെക്കുമായിരുന്നു. എല്ല്, തോല്, കല്ല്, ഈത്തപ്പനപ്പട്ട എന്നിവയിലാണ് എഴുതി വെക്കപ്പെട്ടത്. സ്വഹാബികളുടെ മനസ്സിലും അത് സൂക്ഷിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ എഴുതി സൂക്ഷിക്കാൻ ചില സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിയോഗിച്ചിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്നിവർ അവരിൽ ചിലരാണ്. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കുകയും നന്നായി പാരായണം ചെയ്യുകയും ചെയ്തിരുന്ന നിരവധി സ്വഹാബികളും ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, സലീം മൗല അബി ഹുദൈഫ, മുആദ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും എന്നിവർ ആ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് വിശുദ്ധ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയിരുന്നില്ല. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പല ഭാഗങ്ങളിലും ജനങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു. ഇവർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ യുദ്ധങ്ങളിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമുണ്ടായിരുന്ന ധാരാളം ഹാഫിളുകളായ സ്വഹാബികൾ മരണപ്പെട്ടുപോയി. ഇങ്ങനെ പോയാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ഭയം പലരിലുമുണ്ടായി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരിൽപ്പെട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചെന്ന് കാര്യം ബോധിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കണമെന്ന് അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുകയോ അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം. ഉമർ റളിയല്ലാഹു അൻഹു പ്രശ്നത്തിന്റെ നാനാവശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അടിയന്തര പ്രാധാന്യമുള്ള കാര്യം തന്നെയാണിതെന്ന് അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യമായി. വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ യോഗ്യരായ സ്വഹാബിമാരുടെ ഒരു സംഘം രംഗത്തെത്തി. അതിന്റെ നേതൃത്വം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ധാരാളമായി പങ്കെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമുള്ള ആളുമായിരുന്നു. രേഖപ്പെടുത്തപ്പെട്ട വസ്തുക്കൾ കൊണ്ടുവന്നു. മനഃപ്പാഠമുള്ളവർ സഹായത്തിനെത്തി. വിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി തയ്യാറാക്കി. പല ഹാഫിളീങ്ങളും അത് നോക്കി ശരിവെച്ചു. ഈ പ്രതി ഖലീഫ തന്നെ സൂക്ഷിച്ചു. ഖലീഫ വഫാത്തായപ്പോൾ ഈ മുസ്ഹഫ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവശം വന്നു ചേർന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ മുസ്ഹഫ് മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹായുടെ കൈവശം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹ അത് പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വിദൂര ദിക്കുകളിൽ ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം നടന്നു. പാരായണത്തിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. മുസ്ലിം പടത്തലവനായി ഷാമിലും ഇറാഖിലും നിരവധി തവണ സഞ്ചരിച്ച ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ഈ വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കി ഉത്കണ്ഠാകുലനായി തീർന്നു. അദ്ദേഹം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു: അമീറുൽ മുഅ്മിനീൻ, അല്ലയോ ഉസ്മാൻ, അങ്ങ് ഈ സമുദായത്തെ രക്ഷിച്ചാലും വിശുദ്ധ ഖുർആൻ എഴുതുന്നതിലും പാരായണം ചെയ്യുന്നതിലും അവർ ഭിന്നിച്ചിരിക്കുന്നു. പൂർവിക സമുദായങ്ങൾ അവരുടെ മതഗ്രന്ഥത്തിന്റെ കാര്യത്തിലും ഭിന്നിച്ചതുപോലെ ഈ സമുദായം ഭിന്നിച്ചു പോകും. അതിനു മുമ്പ് സമുദായത്തെ രക്ഷപ്പെടുത്തുക. ഇറാഖികളുടെ വ്യാഖ്യാനം ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ അബൂ മൂസൽ അശ്അരിയുടെ ശൈലി പിന്തുടരുന്നു. സിറിയക്കാരുടെ പ്രഖ്യാപനം ഇപ്രകാരം: ഞങ്ങൾ മിഖ്ദാദ് ബിൻ അസദ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയാണ് പിൻപറ്റുന്നത്. പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടായി. പാരായണ ശൈലിയിൽ തർക്കം വന്നു. ഉസ്താദ് പഠിപ്പിച്ചതും വീട്ടിൽ നിന്ന് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസം വന്നു. മദീനയിലുള്ള പ്രമുഖ സ്വഹാബികളെയെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി വിഷയം വളരെ ഗൗരവത്തോടെ ചർച്ച നടത്തി. ഹഫ്സ റളിയല്ലാഹു അൻഹായുടെ കൈവശമുള്ള വിശുദ്ധ ഖുർആന്റെ കോപ്പി വരുത്തുകയാണ്. പരിശോധന നടത്തുവാനും പുതിയ കോപ്പികൾ എഴുതിയുണ്ടാക്കാനും ഒരു സമിതി തന്നെ ഉണ്ടാക്കി. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച നേതാവിനെ തന്നെ വരുത്തി, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്നെയാണ് പുതിയ സമിതിയുടെയും നേതാവ്.
സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഹാരിസ് ഇബ്നുൽ ഹിഷാം റളിയല്ലാഹു അൻഹു ഇവരൊക്കെ സഹായത്തിനുണ്ട്. നേരത്തെയുള്ള മുസ്ഹഫ് നോക്കി ഹാഫിളീങ്ങളുടെ തെളിവുകളുടെ വെളിച്ചത്തിലും ഇവർ പുതിയ പ്രതി തയ്യാറാക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ ഓർമ്മയിലുള്ള ഖുർആനും പുതിയ ഗ്രന്ഥവും തട്ടിച്ചു നോക്കി. തെറ്റില്ലെന്ന് വളരെ ബോധ്യമായി പലരും പരിശോധിച്ച് ശരിവെച്ചു. അതിനുശേഷം കൂടുതൽ കോപ്പി എഴുതിയുണ്ടാക്കി പ്രധാന കേന്ദ്രങ്ങളിലേക്കെല്ലാം ഈ കോപ്പികൾ അയച്ചു കൊടുത്തു. കൂഫ, ബസറ, ഷാം, ബഹ്റൈൻ, യമൻ, മക്ക തുടങ്ങിയ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും കോപ്പികളെത്തി. മദീനയിലും കോപ്പികൾ സൂക്ഷിച്ചു. ഇവയിൽ നിന്ന് ആവശ്യം പോലെ കോപ്പികൾ എഴുതിയുണ്ടാക്കി. ഒരേ രീതി ലോകമെങ്ങും നടപ്പിലായി. ലിഖിത രൂപത്തിൽ വ്യത്യാസമില്ല, പാരായണത്തിലും വ്യത്യാസമില്ല. തലമുറകളും നൂറ്റാണ്ടുകളും കടന്നുപോയി. അച്ചടി യന്ത്രങ്ങൾ വന്നപ്പോൾ മുസ്ഹഫുകൾ അച്ചടിച്ചു. ആധുനിക കാലഘട്ടം വന്നപ്പോൾ കോടിക്കണക്കിനാണ് മുസ്ലിം മുസ്ഹഫുകൾ അച്ചടിക്കപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹാഫിളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ സംരക്ഷിക്കാനുള്ള ചുമതല അള്ളാഹു തന്നെ ഏറ്റെടുത്തതാണ്. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രബോധമുള്ളവർ ഓരോ തവണ മുസ്ഹഫ് എടുക്കുമ്പോഴും ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നു. അദ്ദേഹം ശേഖരിച്ച ഗ്രന്ഥരൂപത്തിലാക്കി തന്ന അതേ ഖുർആനാണ് നാം ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ അളവറ്റ് സ്നേഹിച്ച മഹാനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എപ്പോൾ വിശുദ്ധ വചനങ്ങളായിരുന്നു ചുണ്ടിലും മനസ്സിലും. അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ രാത്രികൾ എത്രയാണ്. ശിക്ഷയുടെ ആയത്തുകൾ കേട്ടാൽ ഭയന്ന് വിറക്കും, പിന്നെ ഉറക്കം വരില്ല. അങ്ങനെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മനസ്സ് പതറും, കണ്ണീര് വാർക്കും. വിശുദ്ധ ഖുർആൻ ആശയങ്ങൾ, അർത്ഥതലങ്ങൾ, അവയുടെ ആഴവും പരപ്പും അതിലൂടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് സഞ്ചരിച്ചത്. അത്ഭുതങ്ങളുടെ ലോകം തന്നെയാണ്. പരലോക ചിന്തയിലായിരുന്നു എന്നും എപ്പോഴും. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ നിരന്തരം പരലോക ചിന്തകൾ ഉണർത്തിവിടുകയാണല്ലോ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ഓരോന്നും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു. നബിചര്യകളെ സ്വന്തം ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നയം. ഗവർണർമാരെയും സേനാ നായകന്മാരെയും ഉദ്യോഗസ്ഥരെയുമെല്ലാം ഇക്കാര്യം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു, നന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധനായ ഖലീഫയ്ക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്. ജീവിത വിശുദ്ധി കാത്തി സൂക്ഷിക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഇസ്ലാമിക ലോകത്തിന്റെ വിസ്തൃതി മുമ്പുള്ളതിനേക്കാൾ വളരെയേറെ വ്യാപിച്ചു. വിസ്താരം കൂടുമ്പോൾ ഭരണഭാരവും കൂടും. നല്ല ഭരണം കാഴ്ചവെക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് വീഴ്ച വന്നാൽ കുറ്റം ഖലീഫയുടെ പേരിലാണ് ചേർത്ത് പറയുക. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം നീതി നടപ്പാക്കാൻ ഖലീഫ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അതിലെ ആത്മാർത്ഥത വാഴ്ത്തപ്പെട്ടിട്ടുമുണ്ട്. സബഈകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അവരെ തിരിച്ചറിയാനുമുണ്ട്. ഭരണാധികാരികളിൽ നിന്നും പ്രജകൾ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ എല്ലായിടത്തുമുണ്ട്. മേലേക്കിടയിലുള്ളവർ സുഖലോലുപരായി കഴിയുക, താഴേക്കിടയിലുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലം ഉന്നതന്മാർ അനുഭവിക്കുക. പേർഷ്യയിലും റോമൻ രാജ്യങ്ങളിലുമെല്ലാം ഇതാണ് അവസ്ഥ. മേലാളന്മാർക്ക് സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. പക്ഷേ ഇസ്ലാം കടന്നു വന്നത് സാധാരണക്കാർക്ക് രക്ഷയായി. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ. ആഡംബരത്തോടെ ജീവിച്ചവർക്കോ പരാജയമായി. അക്രമമായി അനുഭവിച്ചു വന്ന സുഖാഡംബരങ്ങളിൽ നിന്നവർ വലിച്ചെറിയപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടവർ പ്രതികാരദാഹം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. അത് പുറത്തെടുക്കാൻ അവസരം കിട്ടിയില്ല. അവരോടൊപ്പം ജൂതന്മാരും പങ്കുചേർന്നു. മുസ്ലിങ്ങളുടെ കെട്ടുറപ്പ് തകർക്കുക, സമൂഹത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ജനങ്ങളെ സംശയാലുക്കളാക്കുക, ഇതൊക്കെയാണ് അവരുടെ രഹസ്യ അജണ്ടകൾ. മുസ്ലിം ശക്തിയുടെ പ്രതിരോധിക്കാനാവാത്ത മുന്നേറ്റം തടയുവാൻ വേണ്ടി എന്നും ചെയ്യാൻ ശത്രുക്കൾ സന്നദ്ധരായി. പല ഗൂഢാലോചനകളും അവർ നടത്തിക്കൊണ്ടിരുന്നു. അവരുടെ ആദ്യത്തെ വിജയമായിരുന്നു ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വധം. ആ വധത്തിന് പിന്നിൽ ശത്രുക്കളുടെ ഗൂഢാലോചനയുണ്ടായിരുന്നുവെന്നാണ് പല ചരിത്രകാരന്മാരുടെയും നിഗമനം. പല തെളിവുകൾ നിരത്തിയാണവർ അങ്ങനെ പ്രസ്താവിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അവരുടെ പ്രവർത്തനം ശക്തമായി വ്യക്തമായി. മുസ്ലിങ്ങളെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ തകർക്കുക എക്കാലത്തും ശത്രുക്കൾ പയറ്റിയ അടവാണത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിന്റെ പുറത്തു നിന്ന് പ്രവർത്തിച്ചിട്ട് ഫലിക്കുന്നില്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച് സമുദായത്തിനകത്ത് കടന്ന് നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. മുസ്ലിങ്ങളെ പല പാർട്ടികളും ഗ്രൂപ്പുകളുമാക്കി പോരടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു.
പഴയ ഗോത്രവികാരവും വംശീയ ബോധവും ഇളക്കിവിടാനും ഒരിക്കലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശത്രുക്കൾക്ക് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു വെള്ളി മോതിരം നിർമ്മിച്ചിരുന്നു. അതിൽ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉല്ലേഖനം ചെയ്തിരുന്നു. കത്തുകളിൽ സീലടിക്കാനും ഈ മോതിരം ഉപയോഗിച്ചു വന്നു. മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലിൽ അണിഞ്ഞു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിരലിൽ അണിഞ്ഞു. അതുകൊണ്ട് സീലടിച്ച് കത്തുകൾ അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒന്നാം ഖലീഫയുടെ വഫാത്തിന് ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മോതിരം വിരലിൽ അണിഞ്ഞു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിരലിലായിരുന്നു മോതിരം. വിലമതിക്കാനാവാത്ത സ്വത്തായി അതിനെ കരുതി വളരെ ബഹുമാനപൂർവ്വം വിരലിൽ അണിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം അറീസ് കിണറ്റിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു. മുസ്ലിങ്ങൾക്ക് ശുദ്ധജലം കിട്ടാൻ വേണ്ടി കുഴിച്ച കിണറാണത്. മോതിരം എങ്ങനെയോ കിണറ്റിൽ വീണു. കിണറ്റിൽ നിന്ന് മോതിരമെടുക്കാൻ തീവ്ര ശ്രമങ്ങൾ തന്നെ നടത്തി ധാരാളം പണം ആ വഴിക്ക് ചെലവാക്കുകയും ചെയ്തു. എന്ത് ചെയ്തിട്ടും മോതിരം കിട്ടിയില്ല. അന്നു മുതൽ രാജ്യത്ത് തീരാത്ത പ്രശ്നങ്ങൾ തന്നെ. ഇക്കാലത്ത് യമനിൽ ഒരു യഹൂദ കുടുംബം ജീവിക്കുന്നുണ്ടായിരുന്നു. കുടുംബനാഥന്റെ പേര് സബഅ, അയാളുടെ ഭാര്യയുടെ പേര് സൗദാ. സൻആ എന്ന പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കൾ. അവർക്കൊരു മകനുണ്ട്, കുബുദ്ധി നിറഞ്ഞ പുത്രൻ. ഇസ്ലാമിന്റെ ഐക്യം തകർക്കാനുള്ള കുറുക്കു വഴികളാണ് അവർ ചിന്തിക്കുന്നത്. മുസ്ലിം സമൂഹത്തിനകത്ത് കയറിക്കൂടണം, എന്നിട്ട് നാശം വിതക്കണം. ഇതാണ് പദ്ധതി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചു. അബ്ദുല്ലാഹിബ്നു സബ. യമനിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി അവൻ മദീനയിൽ വന്നു. താൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മതിപ്പുണ്ട്, അതുകൊണ്ടാണ് മതം സ്വീകരിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു. കേട്ടവർക്ക് സത്യമാണെന്നും തോന്നി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് ശ്രദ്ധാ കേന്ദ്രമായി. ദീനി പ്രവർത്തകരുടെ മുൻനിരയിൽ തന്നെ അബ്ദുല്ലാഹിബ്നു സബഇനെ കാണാം. അവൻ വാർത്തകൾ കേൾക്കും, സംഭാഷണങ്ങൾ ശ്രദ്ധിക്കും, രഹസ്യങ്ങൾ ചോർത്തും. ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. വാചാലമായി സംസാരിക്കും. പലരും കൗതുകത്തോടെ അത് കേൾക്കുന്നു. തന്റെ പ്രവർത്തനം തുടങ്ങാൻ സമയമായി എന്ന് തോന്നി. ഖലീഫയുടെ ചില നടപടികളോട് ചിലർക്ക് എതിർപ്പുണ്ടെന്ന് മനസ്സിലായി. അത് മുതലെടുക്കാം. ഖലീഫയുടെ ചില ഗവർണർമാരെ പറ്റി പരാതി ഉയർന്നിരുന്നു. പരാതി കിട്ടിയപ്പോൾ ഖലീഫ നടപടിയെടുക്കുകയും ചെയ്തു. എന്നാലും ഇബ്നു സബ അവിടെയെല്ലാം മണത്ത് നടക്കും. ആരെയെങ്കിലും വഴിപിഴപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്. യഹൂദികളും അധികാരം നഷ്ടപ്പെട്ട ചില പേർഷ്യക്കാരും ഇവനോടൊപ്പം കൂടി. കുറെ മുസ്ലിം ചെറുപ്പക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൂട്ടുകയും ചെയ്തു. ബസറയിലെ ഗവർണറായിരുന്നു ഇബ്നു ആമിർ. അദ്ദേഹത്തിന് ഖലീഫയിൽ നിന്നൊരു സന്ദേശം കിട്ടി. ബസറയിലെ ഒരു കൊള്ളക്കാരനുണ്ട്, പേര് ഹക്കീം ഇബ്നു ജബല. അയാളെ പിടികൂടി വിചാരണ ചെയ്യുക. ഉടനെ തന്നെ അയാളെ പിടികൂടി വിചാരണയിൽ കുഴപ്പക്കാരനാണെന്ന് മനസ്സിലായി തടവിലാക്കി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു രഹസ്യം കൂടി പിടികിട്ടി. അബ്ദുല്ലാഹിബ്നു സബഇയുമായി ബന്ധപ്പെടാറുണ്ട്, ഖലീഫയെ ദുഷിച്ച് സംസാരിക്കാറുണ്ട്. ഇബ്നു സബ കൂഫയിലെത്തി പലരെയും സ്വാധീനിച്ചു വീടുകളിൽ രഹസ്യയോഗങ്ങൾ നടത്തി. പിന്നീട് ഈ ദുഷ്ടൻ ഈജിപ്തിലെത്തി. അവിടെ പ്രവർത്തനം ശക്തിപ്പെട്ടു. ധാരാളം ആളുകൾ കൂടെ കൂടുകയും ചെയ്തു. നന്മയുപദേശിക്കുക, തിന്മ നിരോധിക്കുക, ഈ മട്ടിലുള്ള ഉപദേശമാണ് നൽകുക. വ്യാജമായ ഹദീസുകൾ നിർമ്മിച്ച് പുതിയ തലമുറയ്ക്ക് വ്യാജമാണെന്ന് മനസ്സിലായില്ല. അഹ്ലുബൈത്തിനെ പൊക്കിപ്പറയും. ഖലീഫയെയും ഉദ്യോഗസ്ഥരെയും രൂക്ഷമായി വിമർശിക്കും. ഖലീഫയാകേണ്ടത് അലിയാണ്. ഉസ്മാൻ അത് തട്ടിയെടുത്തു. ഇതാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. വ്യാജമായ തെളിവുകൾ നിരത്തും. പലർക്കും കത്തുകളയക്കും. എല്ലാം വ്യാജം. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കത്തുകൾ ഉണ്ടാക്കി അയക്കുകയും സബൈകൾ എന്നൊരു കക്ഷി വളർന്നു വരികയാണ്. വിപ്ലവകാരികൾ ഖലീഫയെയും അദ്ദേഹത്തിന്റെ ഗവർണർമാരെയും രൂക്ഷമായി വിമർശിക്കുക. ഇതാണ് അവരുടെ പ്രവർത്തനം. മദീനയിൽ സബൈകൾക്ക് വേരോട്ടം കിട്ടിയില്ല. വിദൂര നാടുകളിലെല്ലാം വേര് പിടിച്ചു കഴിഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തമായ ഭരണം നിലനിൽക്കുന്ന സിറിയയിലും സബൈകൾ വളർന്നില്ല. 2 പ്രമുഖ ഖുറൈശി യുവാക്കൾ മദീനയിൽ നിന്ന് ഈജിപ്തിലെത്തി. അവർ സബൈകളുടെ പക്ഷം ചേർന്നു. ഇതവർക്ക് വലിയ ശക്തിയായി, പിൻബലമായി. ആരൊക്കെയാണ് ആ യുവാക്കൾ എന്ന് നോക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ മുഹമ്മദ്, പ്രമുഖനായ അബൂ ഹുദൈഫയുടെ പുത്രൻ മുഹമ്മദ്. ഏതോ സാഹചര്യത്തിൽ പ്രേരണയാൽ മുഹമ്മദ് എന്ന് പേരുള്ള 2 പേരും സബൈകളുടെ വലയിൽ വീണുപോയി. ഗവർണർമാർ ആപത്ത് മണത്തറിഞ്ഞു. അവർ മദീനയിൽ വന്നു വഴിതെറ്റിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഖലീഫയോട് അപേക്ഷിച്ചു. ആരുടെയും രക്തമൊഴുക്കാൻ ഖലീഫ തയ്യാറായില്ല. എല്ലാവരെയും ഉപദേശിച്ചു നേരെയാക്കാം എന്നാണ് ദയാലുവായ ഖലീഫ വിചാരിച്ചത്. ഒരു വിഭാഗം ആളുകൾ ഖലീഫയ്ക്കെതിരെ വിപ്ലവം നടത്താൻ സാധ്യതയുണ്ടെന്ന് മുആവിയ റളിയല്ലാഹു അൻഹുക്ക് ബോധ്യമായി.
ഖലീഫയ്ക്ക് മദീന സുരക്ഷിതമല്ല എന്ന് തോന്നി. താൻ ഭരിക്കുന്ന സിറിയയിൽ സബൈകൾക്കൊന്നും ചെയ്യാനാവില്ല. ഖലീഫ കുറച്ചുകാലം സിറിയയിൽ വന്ന് താമസിക്കണമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിന്ന് ഞാൻ എങ്ങോട്ടും വരില്ല, ഇതായിരുന്നു ഖലീഫയുടെ പ്രതികരണം. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരു നിർദ്ദേശം വെച്ചു. ഖലീഫയുടെ രക്ഷയ്ക്കു വേണ്ടി ഞാൻ ഒരു സൈന്യത്തെ അയക്കാം. അതും നിഷേധിക്കപ്പെട്ടു. മുഹമ്മദ് ബിൻ അബീബക്കർ, മുഹമ്മദ് ബിൻ അബി ഹുദൈഫ എന്നിവരെ ഇബ്നു സബ നന്നായി ഉപയോഗപ്പെടുത്തി. അവരാണിപ്പോൾ സബൈകളുടെ നേതാക്കൾ. അവരുടെ പേരിലാണ് ആളുകളെ കൂട്ടുന്നത്. അവരറിയാതെ അവരുടേതായി പല പ്രസ്താവനകളും പുറത്തു വന്നുകൊണ്ടിരുന്നു. ഓരോ നബിക്കും ഓരോ നിയുക്ത അവകാശിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയുക്ത അവകാശി അലിയാകുന്നു. അലിയാണ് ഖിലാഫത്തിന്റെ അവകാശി. ഉസ്മാൻ അത് തട്ടിയെടുത്തു. ഉടമയ്ക്ക് അവകാശം തിരിച്ചു കിട്ടണം. ഉസ്മാൻ രാജിവെക്കണം. അതിന് തയ്യാറില്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കണം. അലി റളിയല്ലാഹു അൻഹു സബൈകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഖലീഫയുടെ പിന്നിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് ആഹ്വാനം ചെയ്തു. വിപ്ലവകാരികൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല. അലി റളിയല്ലാഹു അൻഹു, അബൂദറിൽ ഗഫാരി റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ തങ്ങളുടെ ഭാഗത്താണെന്ന് സബൈകൾ പ്രചരിപ്പിച്ചു. ജനങ്ങൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപകടകരമായ യാത്ര തുടങ്ങുകയാണ്. മദീനയിലേക്ക് ഹിജറ 35 റജബ് മാസം ഈജിപ്തിൽ നിന്ന് ഒരു സംഘം പുറപ്പെടുന്നു. 600 പേരുള്ള സംഘം. നേതൃത്വം മുഹമ്മദ് ബിൻ അബൂബക്കർ. ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് പോകുന്നു എന്നാണ് പ്രചാരണം. വഴിയിൽ വെച്ച് പിടിക്കപ്പെടാതിരിക്കാൻ അങ്ങനെ അടവ് പ്രയോഗിച്ചു. ഈജിപ്തിലെ ഗവർണർ ഉടനെ വിവരം ഖലീഫയെ അറിയിച്ചു. ഖലീഫ ഉന്നതരായ സ്വഹാബികളുമായി ചർച്ച നടത്തി. ഇതിനിടയിൽ സംഘം ജുഹുഫിലെത്തി തമ്പടിച്ചിരുന്നു. വിപ്ലവകാരികളുമായി സംസാരിക്കാൻ ഒരാളെ അയക്കണമെന്ന് തീരുമാനമായി. അതിന് ഏറ്റവും പറ്റിയ ആൾ അലി റളിയല്ലാഹു അൻഹു ആണെന്നും തീരുമാനമായി. അലി റളിയല്ലാഹു അൻഹു വിപ്ലവകാരികളുടെ താവളത്തിലെത്തി. ഖലീഫയ്ക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും കേട്ടു. ഓരോ ആരോപണത്തിനും തൃപ്തികരമായ മറുപടി പറഞ്ഞു. ഒരുപാട് തെറ്റിദ്ധാരണകൾ നീക്കപ്പെട്ടു. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഖലീഫ തിരുത്തും, പശ്ചാത്തപിക്കും. ജനങ്ങളുടെ രക്ഷയും പുരോഗതിയുമാണ് ഖലീഫ ലക്ഷ്യമാക്കുന്നത്. വിപ്ലവകാരികളുടെ പ്രവർത്തികളെ അലി റളിയല്ലാഹു അൻഹു രൂക്ഷമായി വിമർശിച്ചു. അവരുടെ ആശയങ്ങൾ പൊള്ളയാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. വിപ്ലവകാരികൾ ശാന്തരായി. ജനങ്ങളുടെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിപ്പോവുന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്താൻ ഖലീഫയോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. അദ്ദേഹത്തിന് കരച്ചിലടക്കാനായില്ല. ജനങ്ങളും കരഞ്ഞുപോയി. പശ്ചാത്താപ വിവശനായി പോയി. വിപ്ലവത്തിന് വന്നവരും പ്രസംഗം കേട്ടു. അവരും ദുഃഖിതരായി. ഇതൊന്നും രുചിക്കാത്ത ഒരാൾ അവിടെയുണ്ടായിരുന്നു. മറുവാൻ ഖലീഫയുടെ അടുത്ത ബന്ധുവാണ്. ഖലീഫയുടെ സഹായിയാണ്, ഉപദേശകനുമാണ്. ബുദ്ധിമാനും ധീരനും പല കഴിവുകളുമുള്ള ആളുമാണ്. സ്വന്തമായി ചില താല്പര്യങ്ങളുണ്ടോ എന്നതാണ് ദോഷം. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി വൃദ്ധനായ ഖലീഫയെ വഴിതെറ്റിക്കുന്നു എന്ന ആക്ഷേപം നാട്ടിൽ നിലനിൽക്കുന്നു. അയാളുടെ നല്ല ഗുണങ്ങൾ പരിഗണിച്ച് ഖലീഫ അയാളെ പിരിച്ചുവിട്ടതുമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് നായില. ബുദ്ധിമതിയ ധീര വനിതയാണവർ. ഖലീഫയുടെ ആദ്യഘട്ടത്തിൽ അവർ ജീവൻ നൽകിയും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. നായിലയാണ് മർവാനെ തിരുത്താൻ ശ്രമിച്ചത്. അത് മർവാൻ ഇഷ്ടപ്പെട്ടില്ല. വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിന് ശേഷം മർവാനും നായിലയും തമ്മിൽ ഉഗ്രമായ വാഗ്വാദം നടന്നു. അതിനുശേഷമുള്ള മർവാന്റെ നടപടികൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. ഹിജറ 35-ാം വർഷം ശവ്വാൽ മാസം ഒരേ സമയം 3 പട്ടണങ്ങളിൽ നിന്ന് വിപ്ലവകാരികൾ പുറപ്പെട്ടു. മദീനയാണ് ലക്ഷ്യം. ഹജ്ജിന് പോവുകയാണെന്നാണ് പുറത്തു പറഞ്ഞത്. ഈജിപ്ത്, ബസറ, കൂഫ എന്നീ പട്ടണങ്ങളിൽ നിന്നാണ് അവർ പുറപ്പെട്ടത്. ഹജ്ജാജിമാരാണെന്ന് പറഞ്ഞാൽ മദീനയിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സംഘത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സബഅ, മുഹമ്മദ് ഇബ്നു അബീബക്കർ എന്നിവരുണ്ടായിരുന്നു. ഖലീഫയെ പുറത്താക്കുക അല്ലെങ്കിൽ വധിക്കുക, അതാണ് ലക്ഷ്യം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സംഘത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സബ, മുഹമ്മദ് ഇബ്നു അബീബക്കർ എന്നിവരുണ്ടായിരുന്നു. ഖലീഫയെ പുറത്താക്കുക അല്ലെങ്കിൽ വധിക്കുക, അതാണ് ലക്ഷ്യം. മദീനയുടെ സമീപം നിശ്ചിത സ്ഥലത്ത് 3 സംഘങ്ങളും ഒരുമിച്ചുകൂടി. ഒരു രഹസ്യ സംഘത്തെ മദീനയിലേക്ക് അയച്ചു. അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാനാണ് വിട്ടത്. ആ സംഘം അലി റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു എന്നീ നേതാക്കളെയും പ്രമുഖരായ മറ്റു ചില നേതാക്കളെയും കണ്ടു. അവരാരും തന്നെ വിപ്ലവകാരികളെ അനുകൂലിച്ചില്ല. സംഘം മദീനയിൽ പ്രവേശിക്കരുത്, തിരിച്ചു പോവണം. എല്ലാവരുടെയും ശക്തമായ നിർദ്ദേശം അതായിരുന്നു.
സംഘാംഗങ്ങൾ പിന്നെയും ക്യാമ്പിൽ തങ്ങി ഒരിക്കൽ കൂടി പ്രതിനിധി സംഘത്തെ അയച്ചു. അപ്പോഴും തിരിച്ചു പോവാനാണ് നിർദ്ദേശിച്ചത്. ഈജിപ്തിൽ നിന്ന് വന്നവരുടെ ഒരു സംഘം ഖലീഫയെ നേരിട്ട് കാണാൻ അനുവാദം ചോദിച്ചു. അനുവാദം ലഭിച്ചു. അവർ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഈജിപ്തിലെ ഗവർണറെ മാറ്റണം, പകരം മുഹമ്മദ് ബിൻ അബീബക്കറിനെ നിയമിക്കണം. ഖലീഫ അത് സമ്മതിച്ചു. മദീനക്കാർ വിപ്ലവകാരികളെ ചെറുത്തു നിൽക്കുമെന്ന തോന്നലുണ്ടായി. വിപ്ലവകാരികൾ തൽക്കാലം സ്ഥലം വിടാം എന്ന് തീരുമാനിച്ചു. അബ്ദുല്ലാഹിബ്നു സബഅ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പിന്നീടുള്ള ചലനങ്ങൾ നിഗൂഢമാണ്. മദീനയിൽ നിന്ന് പോയ വിപ്ലവകാരികൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. എല്ലാവരും രോഷാകുലരാണ്. ഈജിപ്തുകാരും ബസറക്കാരും കൂഫക്കാരുമെല്ലാം വന്നിട്ടുണ്ട്. സായുധരാണവർ. ഒരേ ഒരാവശ്യം: ഖലീഫ രാജിവെക്കുക, മദീനക്കാരെ വീടുകളിൽ അടങ്ങിയിരുന്നു കൊള്ളുക, ഞങ്ങൾക്ക് നേരെ വന്നാൽ കൊന്നുകളയും, ആരും പുറത്തിറങ്ങരുത്, വിപ്ലവകാരികൾ വിളിച്ചു പറഞ്ഞു. ഭയാനകമായ അവസ്ഥ. വീടുകളുടെ വാതിലുകൾ അടഞ്ഞുകിടന്നു. അലി റളിയല്ലാഹു അൻഹുവിന് അടങ്ങിയിരിക്കാനാവില്ല. ജീവൻ പോവുന്നെങ്കിൽ പോവട്ടെ. തന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി വിപ്ലവകാരികളുടെ മുമ്പിലെത്തി രൂക്ഷമായി പ്രസംഗിച്ചു: നിങ്ങൾ എന്തിനീ പുണ്യ നഗരത്തിൽ വന്നു? ഈ നഗരത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തണോ? അവർ ഒരു കത്ത് പുറത്തെടുത്തു. ഇത് ഖലീഫ എഴുതിയ കത്താണ്. ഈജിപ്തിലെ ഗവർണർക്ക് എഴുതിയ കത്താണിത്. ഈജിപ്തിലെത്തിക്കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ അബീബക്കറിനെയും മറ്റു നേതാക്കളെയും കുരിശിൽ തറച്ചു കൊല്ലണമെന്നാണ് ഈ കത്തിലുള്ളത്. നിങ്ങളുടെ ഉപദേശമനുസരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയതാണ്. വഴിക്കുവെച്ച് ഞങ്ങൾ ഒരാളെ കണ്ടു, ഒരു കറുത്ത മനുഷ്യൻ, ഖലീഫയുടെ ജീവനക്കാരൻ. ഞങ്ങൾ അയാളെ തടഞ്ഞു. കത്ത് പിടിച്ചെടുത്തു. ഖലീഫയുടെ സീലുള്ള കത്ത്. ഈജിപ്തുകാരല്ലേ കത്ത് പിടിച്ചത്? കൂഫക്കാരും ബസറക്കാരും എങ്ങനെ ഇവിടെ എത്തി? അവരെങ്ങനെ വിവരമറിഞ്ഞു? നിങ്ങൾ നേരത്തെ പദ്ധതിയിട്ട സംഗതിയാണിത്. അലി റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു. അവർക്കുത്തരം മുട്ടി. ചിലർ ഇങ്ങനെ മറുപടി നൽകി: നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഖലീഫ അധികാരമൊഴിയണം. ഇതിൽ ഇനിയൊരു മാറ്റമില്ല. കത്ത് വ്യാജമാണെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. കത്തിന് പിന്നിൽ മർവാനായിരുന്നുവെന്ന് ചില രേഖകളിൽ കാണുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയവരുടെ പേരിലെല്ലാം വ്യാജ കത്തുകൾ പലർക്കും കിട്ടിയിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നതൊന്നും വിപ്ലവകാരികൾ കേൾക്കുന്നില്ല. അദ്ദേഹം നിരാശനായി വേദനയോടെ പിന്മാറുകയാണ്. വിപ്ലവകാരികളുടെ പ്രതിനിധികൾ ഖലീഫയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ഖലീഫ അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവർ രോഷത്തോടെ ചോദിച്ചു: നിങ്ങൾക്കെന്താണ് ഈ കത്തിനെ പറ്റി പറയാനുള്ളത്? ഖലീഫ ശാന്തനായി മറുപടി പറഞ്ഞു: ഇത് വ്യാജമാണ്. ആരോ നിങ്ങളെ കബളിപ്പിച്ചതാണ്. ഞാൻ ഈ കത്ത് എഴുതിയിട്ടില്ല, മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുമില്ല. സീൽ വ്യാജമാണ്. അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ കത്ത് നിങ്ങൾ എഴുതിയതാണെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ സ്ഥാനമൊഴിയണം. നിങ്ങൾ എഴുതിയതല്ലെങ്കിൽ നിങ്ങൾ വളരെ ദുർബലനാണെന്ന് തെളിയുന്നു. അങ്ങനെയാണെങ്കിലും സ്ഥാനമൊഴിയണം. സ്ഥാനത്യാഗമല്ലാതെ വേറെ വഴിയില്ല. ഖലീഫയുടെ ശാന്തമായ മറുപടി ഇങ്ങനെ: ഖിലാഫത്ത് അത് അല്ലാഹു തആല എന്നെ ധരിപ്പിച്ച വസ്ത്രമാണ്. ഞാൻ അത് ഊരുകയില്ല. ഈ മറുപടി അവർക്ക് രസിച്ചില്ല. കൂടുതൽ രോഷാകുലരായി സംസാരിച്ചു: എന്റെ നയങ്ങളിൽ എന്താണ് തെറ്റ്? പറയൂ, ഞാനത് തിരുത്താം. നിങ്ങൾ നല്ലത് നിർദ്ദേശിക്കുക, ഞാൻ നടപ്പിലാക്കാം. അവർ ഖലീഫയുടെ സംസാരം തടസ്സപ്പെടുത്തി. 3 കാര്യങ്ങൾ ഞങ്ങൾ പറയാം, അവയിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. 1. ഖിലാഫത്ത് ഒഴിയുക. 2. ഖലീഫയെ വധിക്കുക. 3. ഏറ്റുമുട്ടലിൽ ഞങ്ങൾ രക്തസാക്ഷികളാവുക. ഖലീഫയുടെ വീടിന് ഉപരോധമേർപ്പെടുത്തി. ഇനി പുറത്തിറങ്ങാനാവില്ല. അവരെ നീക്കാൻ ഖലീഫ ആരോടും സഹായം തേടിയില്ല. തന്റെ വീട്ടുമുറ്റത്ത് ആരുടെയും രക്തം വീഴരുത്. ശക്തമായ കൽപ്പന പുറത്തു വന്നു. അതോടെ സൈനിക നീക്കം അസാധ്യമായി. ഞാൻ രക്തസാക്ഷിയായി കൊള്ളാം, അതുവഴി മറ്റുള്ളവരുടെ രക്തം സംരക്ഷിക്കാം. ഖലീഫ നിലപാട് വ്യക്തമാക്കി. പള്ളിയിലേക്ക് പോവാം, നിസ്കാരത്തിന് നേതൃത്വം നൽകാം, തിരിച്ചു പോരാം, മറ്റൊരു കാര്യത്തിനും വിടില്ല. പ്രമുഖ വ്യക്തികൾ വന്നാൽ അകത്ത് കയറി ഖലീഫയെ കാണാം, സംസാരിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും വിലക്കി. ഖലീഫ ഒറ്റയ്ക്കായി. കൂട്ടിന് വിശുദ്ധ ഖുർആൻ. ഹജ്ജിന്റെ സമയം സമാഗതമാവുകയാണ്. ഖലീഫയാണ് ഹജ്ജിന് നേതൃത്വം നൽകേണ്ടത്. ഇത്തവണ അതിന് പറ്റില്ല, ഉപരോധത്തിലാണ്. ഒരു ദിവസം ഖലീഫയെ കാണാൻ ഒരു വിരുന്നുകാരനെത്തി, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖലീഫ അദ്ദേഹത്തോട് പറഞ്ഞു: ഇത്തവണ എനിക്കു പകരം താങ്കൾ ഹജ്ജിന് നേതൃത്വം നൽകണം. ഇബ്നു അബ്ബാസ് പറഞ്ഞു: അമീറുൽ മുഅ്മിനീൻ, ആ ഉത്തരവാദത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. ഞാൻ ഇവിടെ അങ്ങയോടൊപ്പം കഴിഞ്ഞുകൊള്ളാം. വിപ്ലവകാരികൾ വളഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഹജ്ജിനേക്കാൾ എനിക്ക് പ്രിയങ്കരം അങ്ങയോടൊപ്പം നിൽക്കലാകുന്നു. എന്നെ അതിനനുവദിച്ചാലും. ഖലീഫ പറഞ്ഞു: ഇബ്നു അബ്ബാസ്, അത് പറ്റില്ല. ഞാൻ പറയുന്നതനുസരിക്കുക. ഞാനൊരു കത്ത് തരാം. അത് ജനങ്ങളുടെ മുമ്പിൽ താങ്കൾ വായിക്കുകയും വേണം.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചാൽ സ്വീകരിക്കുക തന്നെ, മറ്റൊരു വഴിയില്ല. ഇരിക്കൂ, നമുക്ക് കത്ത് ശരിയാക്കാം. ഹിജ്റ 35 വർഷത്തെ ഹജ്ജ് വേളയിൽ വായിക്കാനുള്ള കത്ത് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തയ്യാറാക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 8 തവണ വിവാഹിതനായിട്ടുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ആദ്യ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രി റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. അവരുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പുത്രിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. മഹദിയുടെ മരണശേഷം അസ്സാന്റെ മകൾ ഫാഖിത്തയെ വിവാഹം ചെയ്തു. അബ്ദുല്ലാഹിൽ അസ്അറി എന്ന കുട്ടിയെ പ്രസവിച്ചത് ഇവരാണ്. ജുൻദുബിന്റെ മകൾ ഉമ്മു അംറിനെ പിന്നീട് വിവാഹം ചെയ്തു. അംറി എന്ന കുട്ടിയെ പ്രസവിച്ച ശേഷമാണ് ഉമ്മു അംറി എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. ഖാലിദ്, അബാൻ, ഉമർ, മറിയം എന്നീ കുട്ടികളെയും പ്രസവിച്ചത് ജുൻദുബിന്റെ മകൾ ഉമ്മു അംറ് തന്നെയാണ്. മഖ്സൂം ഗോത്രക്കാരനായ മുഗീറയുടെ മകൻ അബ്ദുഷംസിന്റെ മകൻ വലീദിന്റെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തു. വലീദ്, സഈദ്, ഉമ്മു സഅദ് എന്ന കുട്ടികൾ ജനിച്ചു. പിന്നീട് ഉമ്മു ബനീർ എന്ന വനിതയെ വിവാഹം ചെയ്തു. ഉയൈനയുടെ മകളാണിവർ. അബ്ദുൽ മാലിക് എന്ന കുട്ടി ജനിച്ചു. ഭാര്യയുടെ വിയോഗാനന്തരം ഷൈബത്ത് ബിനു റബീഅത്തുൽ അമവിയ്യയുടെ മകൾ റംലയെ വിവാഹം ചെയ്തു. ആയിഷ, ഉമ്മു അബാൻ, ഉമ്മു അംറ് എന്നീ കുട്ടികൾ ജനിച്ചു. ഫറാഫസത്തിന്റെ മകൾ നായില ബീവിയാണ് അവസാനത്തെ ഭാര്യ. നായില ബീവി ക്രൈസ്തവ കുടുംബത്തിലെ അംഗമായിരുന്നു. അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി തീരുകയും ചെയ്തു. നായില ബീവി റളിയല്ലാഹു അൻഹ ബുദ്ധിമതിയും സുന്ദരിയുമായ ധീര വനിതയായിരുന്നു. കവിത രചിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കവിതകൾ പാടുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഭാര്യമാരുടെയും മരണം നേരിൽ കാണാനും ദുഃഖം അനുഭവിക്കാനും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ വിധിയുണ്ടായി. നായില ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചതും വളർന്നതും ക്രൈസ്തവ കുടുംബത്തിലായിരുന്നതിനാൽ ഇസ്ലാമിൽ വന്ന ശേഷമാണ് വിശുദ്ധ ഖുർആൻ പഠിച്ചതും അടുത്തറിയുന്നതും. ശേഷം നായില ബീവിയുടെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ വളരെ അതിശയിച്ചുപോയി. ഇസ്ലാമിനെ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ നന്നായി പഠിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ ജീവിതം തന്നെയായിരുന്നു മുഖ്യ പഠന വിഷയം. പകലുകൾ നോമ്പുകളായി കടന്നുപോയി. രാവുകൾ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് ധന്യമായി. ഭർത്താവ് നിസ്കാരത്തിൽ എത്രയോ നേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതിനെല്ലാം നായില ബീവി സാക്ഷിയായി. തന്റെ ഭർത്താവായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യശീലം, ധീരത, കുടുംബസ്നേഹം എന്നിവയെല്ലാം നായില ബീവിയെ വല്ലാതെ ആകർഷിച്ചു. അവസാന നാളുകൾ നായില ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞതേയില്ല, കൂടെ തന്നെ നിന്നു. മർവാന്റെ നടപടികൾ ഖലീഫയെ കുഴപ്പത്തിലാക്കുമെന്ന് നായില ബീവി വിളിച്ചു പറയുമായിരുന്നു. പലപ്പോഴും വാക്കുപോര് നടന്നിട്ടുണ്ട് നായില ബീവിയും മർവാനും തമ്മിൽ. മർവാന്റെ കഴിവുകൾ പരിഗണിച്ചും അദ്ദേഹവുമായുള്ള കുടുംബ ബന്ധം വിശുദ്ധമായി നിലനിൽക്കാൻ വേണ്ടിയുമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതൊക്കെ സംഭവിച്ചിട്ടും തന്റെ കൂടെ നിർത്തിയത്. നായില ബീവിയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഖലീഫയിൽ നിന്ന് മർവാന് നല്ല ശകാരവും കിട്ടിയിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരു കൂട്ടം യുവാക്കൾ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കാവൽ നിന്നിരുന്നു. സബഇകൾ വാതിലിന് തീയിടുകയും അകത്തേക്ക് ഇരിച്ചു കയറുകയും കാവൽ നിന്നവരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് ചിലർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അക്രമം നടക്കുമെന്നുറപ്പായപ്പോൾ കാവൽക്കാരോട് സ്ഥലം വിട്ടുപോവാൻ ഖലീഫ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ പോയില്ല. അവർക്ക് സബഇകളുടെ ആക്രമത്തിൽ പരിക്കുപറ്റി. മർവാൻ മുറിവേറ്റ് വീണു. ഹസൻ റളിയല്ലാഹു അൻഹു രക്തത്തിൽ കുളിച്ചുപോയി. ഇതിനിടയിൽ ചിലർ അടുത്ത വീട്ടിലൂടെ ഒളിച്ചു കയറി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുറിയിലെത്തി എന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും ശരീരം അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. ആ ക്രൂരന്മാരുടെ പേരുകൾ ചിലർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷാഫിഖി, തജീബി, സൗദാൻ, അംർ ഇബ്നുൽ ഹംഖ് ഇവരൊക്കെ ആ ക്രൂരതയിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. വളരെ രഹസ്യമായാണ് ഖലീഫയുടെ മയ്യത്ത് ഖബറടക്കിയത് എന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസൻ ബിനു അലി, അബ്ദുല്ലാഹ് ബിൻ സുബൈർ, മുഹമ്മദ് ബിൻ തുൽഹ, മർവാൻ ബിനുൽ ഹക്കം, സഈദ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ അവസാന ഘട്ടം വരെ ഖലീഫയുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രായം ചെന്ന സ്വഹാബികളും ഉണ്ടായിരുന്നു. ഖലീഫയുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ഇതിൽ പുത്രന്മാരും പെടുമെന്ന് നിഗമനമുണ്ട്. അന്നത്തെ പ്രഭാത നിസ്കാരത്തിൽ ഖലീഫ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന സൂറത്ത് ഓതിയതായി കാണുന്നു. നിസ്കാര ശേഷം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു.
ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വെട്ടേറ്റു എന്ന് ചരിത്രത്തിൽ കാണാം. റൂമാനുൽ യമാനി എന്ന ക്രൂരനാണ് ആദ്യമായി വെട്ടിയത്. സൗദാൻ ഇബ്നു ഹിംറാൻ ഖലീഫയെ ആഞ്ഞു വെട്ടിയപ്പോൾ നാഇല ബീവി റളിയല്ലാഹു അൻഹ ചാടി വീഴുകയും സ്വന്തം കൈകൊണ്ട് വെട്ട് തടുക്കുകയും ചെയ്തു. അപ്പോഴാണ് നാഇല ബീവി റളിയല്ലാഹു അൻഹയുടെ വിരലുകൾ അറ്റുപോയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സേവകന്മാരിൽ ഒരാളായിരുന്ന നജീഹ് ഇത് കാണുകയും രോഷാകുലനായി സൗദാന്റെ മേൽ ചാടി വീഴുകയും ചെയ്തു. സൗദാനെ അദ്ദേഹം വകവരുത്തി. ഈ രംഗം ക്രൂരനായ ഖുതൈറ കാണുന്നു. ആ ദുഷ്ടൻ നജീഹിന്റെ മേൽ ചാടി വീഴുന്നു. നജീഹിനെ വധിക്കുകയും ചെയ്തു. ഖലീഫയുടെ മറ്റൊരു സേവകനാണ് സ്വബീഹ്. അദ്ദേഹം ഖുതൈറയുടെ മേൽ ചാടി വീഴുന്നു. അവനെ വധിക്കുന്നു. ആ മുറിയിൽ 4 മയ്യത്തുകൾ. 2 ശുഹദാക്കളാണ്. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 2 നജീഹ് റളിയല്ലാഹു അൻഹു. 2 കുറ്റവാളികളുടെ ശരീരങ്ങളും കാണാം, സൗബാനും ഖുതൈറയും. സബഇകൾ ആഹ്ലാദപൂർവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ വീട്ടിലുള്ളതെല്ലാം നമുക്ക് അനുവദനീയമാണ്, സ്ത്രീകൾ വരെ വരൂ, സ്വന്തമാക്കൂ. സബഇകൾ ഇരിച്ചു കയറി വന്നു. കുൽസൂമു തജീബി എന്ന ദുഷ്ടൻ നാഇല ബീവി റളിയല്ലാഹു അൻഹയെ അപമാനിക്കാൻ വന്നു. വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സേവകൻ സ്വബീഹ് എന്നവർ ഇത് കണ്ടു. വാൾ ചുഴറ്റി ഒറ്റ വെട്ട്. കുൽസൂമു തജീബി വെട്ടേറ്റു വീണു മരണപ്പെട്ടു. സബഇകൾ സ്വബീഹ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ചാടി വീഴുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. ഈ വിധത്തിലെല്ലാം ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നാഇല ബീവി റളിയല്ലാഹു അൻഹ ഒരു വിലാപ കാവ്യം രചിച്ചു. തന്റെ ഹൃദയവേദന കവിതയായി ഒഴുകുന്നു. ഏത് മനസ്സിനെയും പിടിച്ചുലയ്ക്കുന്ന വരികൾ. സംഭവങ്ങളുടെ ദൃക്സാക്ഷി വിവരണം തന്നെയാണ് ആ കവിത. ഈ കവിതയും അതോടൊപ്പം ചില സാധനങ്ങളും സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന് അയച്ചു കൊടുത്തു. എന്തൊക്കെയായിരുന്നു ആ സാധനങ്ങൾ? ഖലീഫയുടെ രക്തം പുരണ്ട കുപ്പായം, ശത്രുക്കൾ അദ്ദേഹത്തിന്റെ താടിയിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്ത രോമങ്ങൾ, നാഇല ബീവി റളിയല്ലാഹു അൻഹയുടെ മുറിക്കപ്പെട്ട വിരലുകൾ. മുആവിയ റളിയല്ലാഹു അൻഹുവും കൂട്ടരും ഇവ കണ്ട് ഞെട്ടിപ്പോയി. രക്തം പുരണ്ട കുപ്പായം പ്രദർശിക്കപ്പെട്ടു. ചരിത്രം മറക്കാത്ത പ്രദർശനമായിരുന്നു അത്. ഇബ്നു സാബയുടെ കുതന്ത്രങ്ങളുടെ വിജയം എത്ര ഭയാനകം! ഇബ്നു സാബയുടെ പരമ്പര ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ചു. മുസ്ലിം ലോകത്തുടനീളം നാശത്തിന്റെ വിത്തുകൾ വിതറി കലാപങ്ങൾക്കുമേൽ കലാപങ്ങൾ. അതാണ് പിൽക്കാലം ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനു ശേഷമുണ്ടായ യുദ്ധങ്ങളും കോലാഹലങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം പറയുന്നതിൽ വളരെ വൃത്തിയായി തന്നെ ഭംഗിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവക്കിടയിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വന്നു. അതിന്റെ യാത്ര അന്ത്യനാൾ വരെ തുടരും. അള്ളാഹുവിന്റെ സഹായം സത്യവിശ്വാസികൾക്ക് എക്കാലവും ലഭിച്ചുകൊണ്ടിരിക്കും. കാലം ചെല്ലുന്തോറും ശത്രുക്കൾ ഉപായങ്ങളും ആയുധങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. കലാപങ്ങൾക്ക് തീ കൊളുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ശാന്തമായ മനസ്സുമായി നീങ്ങുന്ന മുഅ്മിനീങ്ങളെ കാണാം. ഇസ്ലാമും ഈമാനും ഇഹ്സാനും മുറുകെ പിടിച്ചു നീങ്ങുന്ന സത്യവിശ്വാസികൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ എത്തിച്ചേരാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടാനും സർവശക്തനായ റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.